ഏത് മേഖല എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു പേരാണ് വാരൻ ബഫേ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഒരാളാണ് വാരൻ ബഫേ. അദ്ദേഹം പറയണത് വെൻ യു ലേൺ യു ഏൺ എന്നുള്ളതാണ്. വെൻ യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റോപ്പ് ഏർണിംഗ്. അപ്പൊ നമ്മൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ളതല്ല, സമ്പത്ത് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ട് എന്നുള്ളത്. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികള്, സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ, ബിസിനസ്സുകാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ കയ്യിൽ ഒരു നോട്ട് പാഡും പാനും ഉണ്ടായിരിക്കും. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു പക്ഷേ അവർ ടാബൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഏതൊരു സ്ഥലത്തിൽ നിന്നും എന്തെങ്കിലും ഒരു അറിവ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ തരാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RCM. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ എന്നുള്ളതല്ല, ഏതൊരു പ്രോഗ്രാമിൽ ഇരിക്കുന്നെങ്കിലും നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ നോട്ട് പാഡും വേണം, നമ്മുടെ കയ്യിൽ ഒരു പാനും വേണം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാവുന്ന ഒന്നാണത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഒരുപാട് വട്ടം കേട്ട കാര്യങ്ങളല്ലേ എന്നുള്ളത്. പക്ഷെ എത്ര വട്ടം കേട്ടാലും ചിലപ്പോ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ വേറൊരു വ്യക്തി പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞ ശൈലിയിൽ ചിലപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ വട്ടവും നമ്മൾ കൂടുതൽ കേൾക്കണം എന്നും ഓരോ വട്ടം കൂടുതൽ എഴുതണം എന്നുള്ളത് പറയുന്നത്. സോ ഈ ഒരു വാചകം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. വെൻ യു ലേൺ യു ഏൺ. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വളരാനുള്ള അവസരമുണ്ട്. അതൊരു പക്ഷെ പ്രൊഡക്റ്റ് ആയിരിക്കാം, സിസ്റ്റം ആയിരിക്കാം, ഇതിന്റെ ഇൻകം പ്ലാൻ ആയിരിക്കാം, ഇതൊരാളോട് സംസാരിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം, എന്തും ആയിക്കോട്ടെ. എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വരുമാനമല്ല സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു അവസരം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും എങ്ങനെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. RCMലൂടെയും അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെയും എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താം, അതിന് നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണ്. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തും. പക്ഷെ അവിടെ നമ്മൾ മണിക്ക് വേണ്ടി വർക്ക് ചെയ്യാതെ മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ, ചില ശീലങ്ങൾ നമ്മൾ മാറ്റിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഹൗ ടു മേക്ക് യുവർ സെൽഫ് റിച്ച്, എങ്ങനെ നമുക്ക് നമ്മളെ സമ്പന്നരാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ പണക്കാരാക്കാം. എനിക്ക് തോന്നുന്നു പണക്കാരനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം പറയാൻ സമ്പന്നരാക്കാന്നത്. കാരണം അതിലെല്ലാം ഉണ്ട്. ഒരു സമ്പന്നൻ എന്ന് പറയുമ്പോൾ അയാൾ എല്ലാ ഗുണങ്ങളുമാൽ സമ്പന്നനായിരിക്കാം, എല്ലാ രീതിയിലും ചിന്തകളാൽ സമ്പന്നനായിരിക്കാം, അദ്ദേഹത്തിന്റെ കയ്യിൽ ബാങ്കിൽ വരുന്ന വരുമാനത്താൽ സമ്പന്നനായിരിക്കാം, സുഹൃത്ത് ബന്ധങ്ങളിൽ സമ്പന്നരായിരിക്കാം, ബന്ധങ്ങളിൽ സമ്പന്നരായിരിക്കാം. അപ്പൊ എപ്പോഴും ആ ഒരു വാക്കിന് കുറച്ചും കൂടി പോസിറ്റിവിറ്റി ഉണ്ട് ഒരു പണക്കാരനെ സംബന്ധിച്ച്. ഇപ്പൊ നമ്മൾ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ അതിൽ കൂടുതലും അവൻ പണക്കാരനാണ്, സമ്പന്നനാന്ന് അവിടെ പറയില്ല. കാരണം പണക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആസ്പെക്ട് വരില്ല. അപ്പൊ നമുക്ക് ശരിക്കും ആരാവേണ്ടത്? നമുക്ക് ആവേണ്ടത് സമ്പന്നനാണ്, അല്ലെ? എല്ലാ രീതിയിലും സമ്പന്നനാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത കുറച്ച് നിമിഷത്തിനുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവിടെ കൃത്യസമയത്ത് തന്നെ വന്നു ചേർന്നു. അടുത്ത കുറച്ച് സമയം എൻ്റെ കൂടെ നിങ്ങൾ ചെലവഴിക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലൊരു മാറ്റമെങ്കിലും ഇന്ന് തുടക്കം കുറിക്കാൻ സാധിക്കും. വലിയ രീതിയിലെ മാറ്റം എന്നുള്ളത് ഞാൻ അവകാശപ്പെടില്ല, കാരണം ആ വലിയ രീതിയിലെ മാറ്റം കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. പക്ഷെ ചെറിയൊരു എന്താ പറയുക തിരികൊളുത്താൻ എനിക്ക് സാധിക്കും എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ട് നമുക്കിന്ന് തുടങ്ങാം. ഓക്കെ, സോ ഹൗ ടു മേക്ക് യുവർ സെൽഫ് റിച്ച്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. കാരണം ഇപ്പൊ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എവിടെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഏത് സിറ്റുവേഷനിലാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ചിലപ്പോൾ ഒരു പക്ഷേ മോശമായ ഒരു സിറ്റുവേഷനിലായിരിക്കാം, ചിലപ്പോൾ കുഴപ്പമില്ല തട്ടിമുട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും, ചിലപ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം ആ തട്ടിമുട്ടലിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. യു ക്യാൻ ഫേസ് ദ പ്രോബ്ലം നൗ ആൻഡ് ബി പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലത്തെ പിന്നീട് ഫേസ് ചെയ്യാം. ഇപ്പോഴത്തെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാണെങ്കിൽ അതിനെ പിന്നീട് ഫേസ് ചെയ്യാം, പക്ഷെ അതിന് ഒരിക്കലും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഏത് വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ ഈ തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ അസെറ്റ് ചെയ്യണം. ഇപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരെ തന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. ഇത് ഈ സമയം കടന്നു പോകും, അടുത്ത ലെവലിലേക്ക് നമ്മൾ എത്തും, ഇതൊന്നും കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ നിലവിലുള്ള ഫണ്ട് നമുക്ക് അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്, അത് മതിയായ എമൗണ്ടിൽ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമ്മുടെ കയ്യിൽ പര്യാപ്തമായ അളവിലുള്ള സേവിങ്സ് ഉണ്ടോ, നമ്മുടെ കയ്യിൽ അടുത്ത 5 കൊല്ലത്തിലേക്കുള്ള കാര്യങ്ങൾ നീക്കാനുള്ളതുണ്ടോ, എന്തിന് അടുത്ത 6 മാസത്തേക്കുള്ള ഒരു എമർജൻസി ഫണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു ഇമർജൻസി
സിറ്റുവേഷൻ വന്നു, ഇപ്പോൾ എന്തെങ്കിലും വരാതിരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ? നമ്മുടെ സേവിങ്സിൽ നമുക്ക് എത്ര എമൗണ്ട് ഇതുവരെ പ്രതീക്ഷിക്കാൻ സാധിക്കും? ഇത് വെച്ചിട്ട് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് അടുത്ത 5 കൊല്ലത്തിൽ എനിക്ക് ഇതേ ഇൻകം സോഴ്സിലൂടെ തള്ളി നീക്കാൻ പറ്റും? ഇതൊക്കെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എൻ്റെ ഇൻകത്തിനേക്കാളും മുകളിലാണോ പോകുന്നത്? ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്താണോ, അത് ചിലപ്പോൾ ഗുഡ് ആയിരിക്കാം, ബാഡ് ആയിരിക്കാം, പൂവർ ആയിരിക്കാം, സഫീഷ്യന്റ് ആയിരിക്കാം, കംഫർട്ടബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അബൻഡന്റ് ആയിരിക്കാം, ഇൻഡിപെൻഡന്റ് ആയിരിക്കാം, ഫ്രീഡം ആയിരിക്കാം, എന്തും ആയിരിക്കാം. കാരണം പല ലെവലുകൾ തന്നെ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത കടമ്പയിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാൻ സാധിക്കുള്ളൂ. സോ ഫസ്റ്റ് നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനോ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്താന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 3 തരത്തിലെ ആൾക്കാരാണ് നിലവിലുള്ളത്. അതിൽ ഒന്നാണ് റിച്ച്, രണ്ടാമതാണ് പുവർ, ഈ നടുക്കഷ്ണമാണ് ആര്? മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ഈ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരും മിഡിൽ ക്ലാസ്സാണ്. ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും മിഡിൽ ക്ലാസ്. പൂവർ ആയിട്ടുള്ളത് ആരും ഇവിടെ ഇല്ല. കാരണം പൂവർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സൂം പോലും കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരിക്കും. സോ നമ്മളെല്ലാവരും ബേസിക്കലി ആരാ? മിഡിൽ ക്ലാസ് ആണ്. ഇന്ന് അമേരിക്കയിൽ മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പതുക്കെ 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 ഇല്ലാതെക്കൊണ്ടിരിക്കുക. കാരണം റിച്ച് എന്ന് പറയുന്ന ആൾക്കാർ വീണ്ടും റിച്ച് ആയിക്കൊണ്ടിരിക്കും, അവർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കും. കാരണം എന്താ? അവരുടെ ചിന്താഗതി സമ്പന്നരുടെയാണ്. അപ്പൊ അവർ പതുക്കെ പതുക്കെ സ്റ്റെപ്പായിട്ട് അവർ സമ്പന്നരിലേക്ക് പോകുമ്പോൾ ഈ പാവപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ സൈഡ് ആയിക്കോട്ടെ, BPL കാർഡ് നമുക്കറിയാം, ഇവിടെ ഉണ്ട്, റേഷൻ കടകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള ചെലവുകളും ജീവിതം മുന്നോട്ട് പോകാനുള്ള വഴികൾ ഓൾറെഡി ഗവൺമെന്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പെടുന്നത് ആരാ? നമ്മൾ മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരാണ്. ഇവരെ സംബന്ധിച്ച് ഉത്തരത്തിലുള്ളത് കിട്ടൂല്ല, കഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയാണ്. നടുക്കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കും, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യും, പക്ഷെ ഒരു കാരണവശാലും നമ്മൾ റിച്ചിലേക്ക് എത്തൂല, എന്നാൽ തീരെ പൂറിലേക്ക് പോകില്ല. അപ്പൊ ഈ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, നമ്മളുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ കണ്ടീഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചാടണമെങ്കിൽ നമ്മളുടെ മെന്റാലിറ്റി നമ്മൾ ആദ്യം മാറ്റണം. അതിനായിട്ട് നമ്മൾ 3 മെന്റാലിറ്റികളെ എടുത്തു കളയണം. ഒന്നാമത്തതാണ് സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റി, പിന്തിരിപ്പൻ സ്വഭാവം. രണ്ടാമതാണ് ചീപ്പ് മെന്റാലിറ്റി, പൊതുവെ കാര്യങ്ങളെ വളരെ എന്താ പറയാ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതി. അതിനെയാണ് ചീപ്പ് മെന്റാലിറ്റി എന്ന് പറയാം. അത് പിഷ്കൻ മെന്റാലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മൂന്നാമത്തതാണ് എന്താ? എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി. എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തരാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ എന്റെ അച്ഛനമ്മ എനിക്ക് ചോറ് തരണം എന്നുള്ളത് ഒരു ചിന്താഗതിയാണ്. അതായത് അവരെനിക്ക് തന്നേ പറ്റൂ, കാരണം അവരെന്റെ അച്ഛനമ്മയാണ്, അവർ ജീവിതകാലം മൊത്തം എനിക്ക് തന്നേ പറ്റും. അതൊരു എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റിയാണ്. ഗവൺമെന്റ് എനിക്ക് തരേണ്ടതാണ്, ഞാൻ ഈ ക്ലാസ്സിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എന്റെ സമൂഹം എനിക്ക് ഇന്നത് ചെയ്തു തരണം, എന്റെ സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം. അതൊക്കെ എന്താണ്? എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റിയാണ്. അപ്പൊ ഈ 3 മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമ്മൾ മുന്നിലോട്ട് അല്ലെങ്കിൽ ഉയരാത്തത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ 3 മെന്റാലിറ്റിയാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിഡിൽ ക്ലാസ്സിൽ നമ്മളിങ്ങനെ തങ്ങി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ 3 മെന്റാലിറ്റി. ഈ 3 മെന്റാലിറ്റീനെ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് സമ്പന്നരുടെ പാതയിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളെ പെട്ടെന്ന് സമ്പന്നരാക്കാന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വരുമാനം വരുന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ ചില ശീലങ്ങളെ നമ്മൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ മിഡിൽ ക്ലാസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോ ഫൈനാൻഷ്യൽ IQ തന്നെയാണ്. അത് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്നാണ് സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റി, പിന്തിരിപ്പൻ മെന്റാലിറ്റി. നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയാണ്, ഇപ്പൊ നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇപ്പൊ RCM നമ്മൾ ആദ്യമായിട്ട് വേറൊരു വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക? അതിനെ പറ്റിയിട്ട് എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം നമ്മൾ എന്തൊരു കാര്യത്തെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ലാതെ അതിനെ എതിർക്കാനുള്ള ഒരു മെന്റാലിറ്റിയാണ് നമുക്കെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ സമ്പന്നത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഡോണ്ട് ടെൽ മീ അബൌട്ട് ഇറ്റ് എന്നാണ് ആദ്യം ആൾക്കാർ പറയുക. ഇപ്പോൾ അത് കാശിനെ സംബന്ധിച്ചായിക്കോട്ടെ, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിനെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയൊരു അവസരം നിങ്ങളെ ഒരാൾ പരിചയപ്പെടുത്തായിക്കോട്ടെ, ആദ്യം പറയുന്ന കാര്യം ഡോണ്ട് ടെൽ മീ അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മൾ RCM എത്രയോ ആൾക്കാരോട് പറയുന്നുണ്ടല്ലേ, ബഹുഭൂരിപക്ഷ ആൾക്കാർ എന്താ പറയാ, അതിനെ പറ്റിയിട്ട് എന്നോട് സംസാരിക്കണ്ട,
ഞാൻ അതിനെപ്പറ്റി കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി എനിക്ക് ഓൾറെഡി അറിയാം, ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഇനി എന്നോട് അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതൊക്കെ ഇത്തരത്തിലൊരു മെന്റാലിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളോട് ആരെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ ലീഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരായിക്കോട്ടെ, എന്തെങ്കിലും ഇപ്പൊ ആർട്സിയും ബിസിനസ്സിലാണെങ്കിലും വളരാനുള്ള ഒരു അവസരത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ മെന്റാലിറ്റി ആണോ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. കാരണം ആദ്യം തന്നെ അതിനെപ്പറ്റി എന്നോട് പറയേണ്ട ആവശ്യം, ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, അതൊന്നും വർക്കൗട്ട് ആവില്ല എന്നുള്ളത് പൊതുവേ നമ്മൾ പറയുന്ന ഒരാളാണെങ്കിൽ അത് നമ്മുടെ സമ്പന്നതയിലേക്കുള്ള പാതയിൽ നമുക്ക് ഏറ്റവും വലിയ തടസ്സമായിട്ട് മാറും. വി നീഡ് ടു തിങ്ക് പോസിറ്റീവ്ലി ആൻഡ് എന്താണ് വി നീഡ് ടു തിങ്ക് പോസിറ്റീവ്ലി ആൻഡ് ഓൾ ദിസ് നെഗറ്റിവിറ്റി ഈസ് ബാഡ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സിറ്റുവേഷനെ മനസ്സിലാക്കാതിരിക്കുക. ഇപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി ആരെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ പലപ്പോഴും ആൾക്കാരോട് ചോദിക്കുന്ന കാര്യം ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടോ എന്നാണ് സുധീഷ് സാറേ. പക്ഷെ പല ആൾക്കാരും ഒന്നും മിണ്ടില്ല. ചിലവർ കൈ പൊക്കും, ചിലവർ കൈ പൊക്കില്ല, ചിലവർ ഇത് രണ്ടും ഇല്ല, ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിൽക്കും. ഇത് ചോദിക്കുമ്പോൾ അവർ പറയും നമ്മൾ എന്തിനാ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയണം, നല്ല എന്തോരം കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളതൊന്ന് ഒളിച്ചുകൂടാണ്. നമ്മളോട് ഒരാൾ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ബിസിനസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ പറയാം നല്ലതാണ്, അല്ലെങ്കിൽ പറയാം മോശമാണ്. പക്ഷെ പല ആൾക്കാരും പറയും എന്തിനാ അതിനെ പറ്റിയിട്ടൊക്കെ പറയും, നല്ല എന്തോരം കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊരു പിന്തിരിപ്പൻ മെന്റാലിറ്റിയാ. നമ്മളൊരാളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫുൾ ആയിട്ട് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, നമ്മുടെ കണ്ടീഷൻ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലാത്തതും ഇത്തരത്തിലൊരു മെന്റാലിറ്റിയാണ്. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നമ്മൾ എന്ത് പറയും, പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം. പിന്നെ മൂന്നാമത് ഈ സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റിയിൽ എന്നുള്ളതാണ് ദൈവം എല്ലാ പ്രശ്നങ്ങളും എന്റെ പരിഹരിക്കും എന്നുള്ളത്. ഇതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും എന്റെ പ്രശ്നങ്ങളൊക്കെ ദൈവം പരിഹരിച്ചു തരും. ഇതൊക്കെ സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റി. കാരണം അവനവന് ഉത്തരവാദിത്വം എടുക്കാതെ ഇതൊക്കെ തന്നെ പരിഹരിക്കപ്പെടും. അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കേണ്ട, പോസിറ്റീവ് മാത്രം സംസാരിച്ചാൽ ഇതൊക്കെ ശരിയാവും എന്നുള്ളതൊക്കെ പിന്തിരിപ്പൻ മെന്റാലിറ്റിയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ദൈവം ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവും അറിവും എല്ലാം ഓൾറെഡി നിങ്ങൾ ആരാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രപഞ്ച ശക്തി ആയിരിക്കാം, അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതുപോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരാൾ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യമില്ല അല്ലെ. ഇപ്പൊ ആർ സി എമ്മിൽ നമ്മൾ ഐ ഡി എടുത്തു, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുന്നുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണുന്നുള്ളൂ, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. മെച്ചപ്പെടുവോ? ഇല്ല. ഈ മൂന്ന് കാര്യങ്ങളും, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നു, ഈ ബിസിനസ്സിൽ അടിയുറച്ച വിശ്വാസം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആക്ഷൻ ചെയ്യാത്തോളം കാലം നമ്മൾ പിന്തിരിപ്പൻ മെന്റാലിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവിടെ പിന്തിരിപ്പൻ മെന്റാലിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സിലും ബാധകമാണ്, നിങ്ങളുടെ ഫൈനാൻസിലും ബാധകമാണ്, നിങ്ങൾ വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിലും ബാധകമാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ, ഈ സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പടി കൂടുതൽ സമ്പന്നതയുടെ പാതയിലേക്ക് എത്തും. അപ്പൊ ഇനി തൊട്ട് ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലീഡേഴ്സ് വന്ന് പറയാണ് ഈ ഓഫർ വരുന്നുണ്ട്, ഇപ്പൊ ഗാമയുടെ ഓഫർ വരുന്നുണ്ട്, ഗാമയുടെ ഓഫർ നമുക്ക് എല്ലാവർക്കും ഒരു മാസം കൂടി അത് എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ഹരിതസഞ്ജീവനിയുടെ ഓഫർ വരുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാനത് മെസ്സേജ് കണ്ടു, ഓൾറെഡി കണ്ടു, അതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഏതൊരു കാര്യം ഏതൊരു വ്യക്തി പറയുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അത് കേൾക്കുക എന്നുള്ളത്. കാരണം അതൊന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാണ്ടാവും. എൻ്റെ കഴിഞ്ഞ 5.5 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നിസാരം എന്ന് കരുതുന്ന പല കാര്യങ്ങളും 100 വട്ടം കേട്ടു എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ 101ാമത്തെ വട്ടം കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. ജെൻസി മാഡം, ഇറ്റ് ഈസ് വെരി വെരി ട്രൂ. ഇറ്റ് ഈസ് വെരി വെരി ട്രൂ. കാരണം ഞാൻ 100 വട്ടം റോയൽറ്റി പ്ലാൻ രാജൻ സാറിന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട്. 101ാമത്തെ വട്ടം ഗിരീഷ് സാറിന്റെ റോയൽറ്റി കേട്ടപ്പോഴാണ് എനിക്ക് ക്ലിക്കായത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് മൊത്തം കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നെഗറ്റീവാണ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചിത്രീകരിച്ചുകൊണ്ട് കാര്യമില്ല. കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാള് പോസിറ്റീവാണ്, ഫുൾ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ആ കടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. സോ വി നീഡ് ടു തിങ്ക് പോസിറ്റീവ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ 24 മണിക്കൂറും പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവിനെ കാണാതെ ഇരിക്കരുത്. കാരണം ആ നെഗറ്റീവിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് നിങ്ങൾ പറയണം, എനിക്ക് അറിയില്ല, അത് പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് പറയൂ എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇപ്പൊ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ല, സാറേ എനിക്ക് അറിയില്ല, ഞാൻ അത് എടുത്തിട്ടില്ല, ആ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ അത് തീർച്ചയായിട്ടും ഞാൻ അത് പഠിച്ചിട്ട് ഞാൻ പറയാം. അത് പറയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ വളരാൻ നമുക്ക് സാധിക്കുള്ളൂ. എല്ലാം അറിയാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വളരാനുള്ള എന്തില്ല, സ്കോപ്പില്ല. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ട PV ദൈവം ജനറേറ്റ് ചെയ്യില്ല. നിങ്ങൾ ജനറേറ്റ് ചെയ്യേണ്ട PV ദൈവം ജനറേറ്റ് ചെയ്യില്ല. തന്നെ വരുന്ന ഒരു കാര്യമൊന്നുമല്ല അത്.
കാരണം കുറച്ച് നാൾ നമ്മൾ വെള്ളം നനച്ചു തന്നെ വളർന്നു. നോ, നമ്മൾ എല്ലാ ദിവസവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ മാത്രമേ വരാനുള്ള PV വന്നുകൊണ്ടിരിക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളെയും വെച്ച് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാലുണ്ട്, കൈയുണ്ട്, തലയുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ പാക്കേജും ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഒരാൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരും എന്നുള്ള പിന്തിരിപ്പൻ മെന്റാലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റി. ഇനി രണ്ടാമത്തതാണ് എന്താ? ചീപ്പ് മെന്റാലിറ്റി. ചീപ്പ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഹാപ്പൻസ് വെൻ യു തിങ്ക് ആൻഡ് ബൈ ചീപ്പ്. യു ക്യാൻ ഗെറ്റ് റിച്ച് ബൈ തിങ്കിങ് ചീപ്പ്, ബട്ട് ഡു യു വാണ്ട് ടു ബി എ റിച്ച് ചീപ്പ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫൈനാൻഷ്യൽ സ്ട്രഗിള് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തയും ചീപ്പാണ്, നിങ്ങൾ വാങ്ങുന്നത് എന്താണ്? ചീപ്പാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മള് ഈ ഗോൾ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അടുത്ത തലത്തിലേക്ക് ഉയർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അവരെന്ത് ചെയ്യുന്ന അറിയും? അവർ നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അവര് അധികം ചീപ്പായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോവില്ല. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഏറ്റവും കൂടുതൽ കാശ് ലാഭിക്കാൻ നമ്മൾ ശ്രമിച്ച കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാശ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാശ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഒരു പക്ഷെ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആയിരിക്കാം. ആ സെക്കൻഡ് ഹാൻഡ് കാറ് നിങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മേടിച്ചു. അവിടെ അധികം ചെലവ് വരണ്ടെന്ന് വെച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് കാർ വെച്ചു. എന്ന് സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചു അന്ന് തൊട്ട് ഫുള്ള് പണിയാണ്. അപ്പൊ നമ്മൾ ചെലവ് ചുരുക്കണമെന്ന് വിചാരിച്ച് ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചെലവായിട്ട് മാറിയിട്ടുണ്ട്. ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. കാരണം ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. കാരണം നമ്മളെല്ലാം പരിശോധിച്ച് എല്ലാം ഏറ്റവും ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ, അധികം ചെലവുണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കും. അതാണ് പിന്നീട് ഏറ്റവും വലിയ ചെലവായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമ്പന്നരെ നിങ്ങൾ അല്ലെങ്കിൽ സമ്പന്നതയുടെ പാതയിലേക്ക് പോകുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തിരി എക്സ്ട്രാ കൊടുത്തിട്ടാണെങ്കിലും നല്ല സാധനം, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും അവർ കുറച്ച് നല്ല സാധനങ്ങൾ മേടിക്കും. കാരണം എന്താ? അത് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളത് അവർക്ക് അറിയാം. ഇപ്പോൾ ഒരു ബ്രാൻഡ്, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ്, ഇപ്പോൾ പല ആൾക്കാരും ആപ്പിൾ വാങ്ങുന്നുണ്ട്. ഞാൻ ആപ്പിൾ വാങ്ങുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഓക്കെ. പക്ഷെ എന്താ പറയാ, ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ചില ആൾക്കാർ എന്ത് ചെയ്യും, അവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ആപ്പിൾ പോലത്തെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കാരണം അത് ഈട് നിൽക്കും. കുറെ നാൾ എന്ത് ചെയ്യും, ആ സംഭവം ലാസ്റ്റ് ചെയ്യും. സാംസങ് ആണെങ്കിൽ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. പല ആൾക്കാരും ചോദിക്കും എന്തിനും 1 ലക്ഷം രൂപ കൊടുത്തിട്ടൊക്കെ ഫോൺ മേടിക്കുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു എന്താ പറയാ കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ഉണ്ടാക്കാനും അവർക്ക് എന്ത് ചെയ്യാനും കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഹാപ്പൻസ് വെൻ യു തിങ്ക് ആൻഡ് ബൈ ചീപ്പ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാം ചീപ്പായിട്ട് കാണുമ്പോഴാണ് ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ശരിക്കും സംഭവിക്കുന്നത്. പക്ഷേ നമ്മളൊരു മോഡറേറ്റ് ലെവലിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും അതിന് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കും. യു ക്യാൻ ഗെറ്റ് റിച്ച് ബൈ തിങ്കിങ് ചീപ്പ്, ബട്ട് ഡു യു വാണ്ട് ടു ബി എ റിച്ച്? ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിച്ചം പിടിച്ച് സമ്പന്നനാവും. എല്ലാത്തിനും മിച്ചം പിടിച്ച് സമ്പന്നനാവും. പക്ഷെ അപ്പോഴും നിങ്ങൾ എന്താവും, നിങ്ങൾ സമ്പന്നനായ ആൾക്കാർ എന്താ പറയുന്നത് അറിയോ? ഓനൊരു പിഷ്കനാന്ന് പറയും. നമ്മൾ സമ്പന്നനായിട്ട് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ പിഷ്കനാണെന്നാണ് പറയേണ്ടത്. ഓ, ആള് വാരിക്കോരി തരുന്നതാണ് പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെയായിരിക്കും നമ്മളെ ആൾക്കാർ നമ്മളെ ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ സമ്പന്നരായി ആളുടെ അടുത്ത് പൊക്കോ, ആള് വാരിക്കോരി തരും. അല്ലെങ്കിൽ ആൾ അത്യാവശ്യം സഹായമൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നതാണോ ഇഷ്ടം? അല്ലെങ്കിൽ അയാൾ സമ്പന്നാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാശ് ഒരാൾക്ക് കൊടുക്കില്ല. ഈ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതില് ഒരു കെട്ടിടത്തിൽ ഒരു കരാറിന് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ ഉന്തി ഒരു എന്താ പറയാ ഒരു ഹയർ ലെവലിലേക്ക് കയറ്റും. ഒരു സ്ലോപ്പിന്റെ മേലെ കൂടെ ജഗതി ഇങ്ങനെ കയറ്റിയിട്ട് ഇത് പെട്രോൾ ഇല്ലാതെ താഴേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു വഴിയുടെ അവിടേക്ക് ഇങ്ങനെ നീക്കി നിർത്തിയിട്ട് ജഗതി അവിടുന്ന് ഇറങ്ങും. എന്നിട്ട് ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വണ്ടി കയറിയിട്ട് കീ സ്റ്റാർട്ട് ചെയ്യാതെ നേരെ എന്താ പറയാ ഇങ്ങനെ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ആള് പോവും. അത്രയും ലാഭിക്കാൻ നോക്കുക. കാശില്ലാതെ അല്ല, പക്ഷെ അത്രയും ലാഭിക്കാൻ ആള് നോക്കും. ഈ വ്യക്തിയുടെ സകല കാശും അവസാനം ഒരു വലിയ കോൺട്രാക്റ്റിൽ പോവും. എന്തുകൊണ്ടാണെന്നറിയോ? സമ്പന്നനായിട്ടും ഇയാൾ ചിന്തിക്കുന്നത് എന്താ? ചീപ്പ്. എവിടെ ലാഭം പിടിക്കാൻ പറ്റും, എവിടെ മിച്ചം പിടിക്കാൻ പറ്റും എന്നുള്ളത്. വലിയ വലിയ സമ്പന്നന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ചിന്താഗതി നമ്മൾ സമ്പന്നതയിലേക്ക് എത്തിക്കണം. ഇപ്പോ നമ്മൾ വിചാരിക്കുകയാണ് ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ആ 5 സ്റ്റാർ ഹോട്ടൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരിക്കലും അവിടേക്ക് ചെല്ലാൻ സാധിക്കില്ല. ഒന്ന്, നമ്മുടെ അന്തരീക്ഷം സമ്പന്നമായ ചിന്താഗതിയിലേക്കുള്ളത് മാറ്റണം. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലിന്റെ ലോബിയിൽ കയറി ഇരിക്കാൻ നിങ്ങൾക്ക് 10 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിരുന്ന് കുറച്ചു നേരം അവിടെ പേപ്പറും വായിച്ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. ആരെങ്കിലും ചോദിച്ചാൽ പറയും ചെയ്യാം, അവിടുന്ന് ഒരാൾ വരാനുണ്ട്, അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷെ അവിടെ ഇരിക്കുന്ന അരമണിക്കൂറിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഹോട്ടലിൽ സ്ഥിരമായിട്ട് വരുന്ന സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതുമായിട്ടായിരിക്കും കണക്ട് ആവുക. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലെ യു ആർ ദ ആവറേജ് ഓഫ് ദ 5% യു ആർ വിത്ത്. അതായത് നിങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് നടക്കുന്ന 5 പേരിൽ ഒരാളായി നിങ്ങൾ മാറും എന്നുള്ളതാണ് ലോകം പറയുന്ന ഒരു കാര്യം. ആ 5 പേര് ചീപ്പാണെങ്കിൽ നിങ്ങളും ചീപ്പായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മുടെ ബന്ധങ്ങളിലോ ആരെയാണോ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സമ്പന്നരെയാണ് അല്ലെങ്കിൽ സമ്പന്നരായ ചിന്താഗതിയുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ച അതുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള കൂട്ടുകെട്ടുകളെ നിങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ ലീഡേഴ്സ് വളരുന്ന ആക്റ്റീവ് കെയറിംഗ് ഗ്രോയിങ് അപ്ലൈനുമായിട്ട് വേണം നിങ്ങൾ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ചിന്താഗതികൾ എന്തായിരിക്കും? വളരേണ്ട ചിന്താഗതികളായിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ ഒരു ചീപ്പ് മെന്റാലിറ്റി നിന്ന് മാറണമെങ്കിൽ നമ്മൾ ആരായിട്ട് അസോസിയേറ്റ് ചെയ്യണം? അങ്ങനത്തെ വളരാൻ ആഗ്രഹിക്കുന്ന, സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമായിട്ട് വേണം നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക വളർച്ച കാണാൻ സാധിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ പോവുക. 5 സ്റ്റാർ ഹോട്ടൽ ഇന്നേ വരെ നമ്മൾ പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കൊല്ലം മൊത്തം നമ്മൾ കുറച്ച് എമൗണ്ട് ഒന്ന് സ്വരുക്കൂട്ടി വെച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതും ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആളുടെ പേര് ആൽബിൻ എന്നാണ്. ഞാൻ ആദ്യമൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും കാശ് മുടക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. കാരണം മൂപ്പരുടെ കയ്യിൽ ഇല്ല, പക്ഷെ മൂപ്പർ എന്ത് ചെയ്യും? മൂപ്പർ ഇതൊക്കെ വാങ്ങും. അപ്പൊ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആൾ എങ്ങനെയെങ്കിലും ഒക്കെ അത് ഒപ്പിച്ച് വാങ്ങും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഇത് എന്തിനെങ്ങനെ വാങ്ങുന്നതെന്ന് തുടക്കകാലത്തൊക്കെ. അപ്പൊ ആള് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാനിത് വാങ്ങുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത് വാങ്ങുമ്പോൾ ഞാൻ സമ്പന്നനാണ് അല്ലെങ്കിൽ ഞാൻ റിച്ച് ആണെന്നൊരു തോന്നൽ എനിക്ക് വരും. അപ്പൊ ഇത് വാങ്ങിക്കഴിഞ്ഞ് ഇതിനെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ സമ്പന്നനായേ പറ്റൂ എന്നുള്ളത് ഞാൻ എന്നോട് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്ന, അല്ലെങ്കിൽ ഇത്തരം ഉയർന്ന ലെവലിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിപ്പോ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ഈ റൂം മതി എന്ന് ഞാൻ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇപ്പൊ എന്റെ സാമ്പത്തിക ശേഷി എന്നെ അതിന് അനുവദിക്കുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ സ്വരുക്കൂട്ടി വെച്ച ചെറിയൊരു തുക ഇപ്പൊ അതിന് പര്യാപ്തമായിരിക്കും. പക്ഷെ ഒരിക്കൽ ഞാൻ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ എനിക്ക് ആ 3 സ്റ്റാർ റൂം മതി, പിന്നെ എനിക്ക് അതിന് താഴേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ ചിന്താഗതിയാണ് നമ്മളെ ചീപ്പ് മെന്റാലിറ്റിയിൽ നിന്ന് വെൽത്തി മെന്റാലിറ്റിയിലേക്ക് പോവുക. അപ്പൊ ആദ്യം ഒഴിവാക്കേണ്ടത് എന്താണ്? ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ പേരാണ് സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റി. ആ സ്റ്റെപ്പിംഗ് ബാക്ക് മെന്റാലിറ്റി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ചീപ്പ് മെന്റാലിറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്താ? എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി. എന്താ എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി? അതായത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കൊണ്ടു തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. ഇപ്പൊ എന്റെ ലീഡേഴ്സ് എനിക്കത് ചെയ്തു തന്നാൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. അതെന്താ? അത് എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റിയാണ്. എന്റെ ലീഡേഴ്സ് എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ? മൂർത്തി സാർ എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ? ഗിരീഷ് സാർ എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ? സാർ എനിക്കൊരു ക്ലാസ് തരേണ്ടതല്ലേ? എന്റെ വളർച്ച സാറിന്റെ വളർച്ചയാന്ന് പറഞ്ഞിട്ട് സാർ എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ എന്ന് പറയുന്നത് എൻടൈറ്റിൽ മെന്റാലിറ്റിയാ. ഗതി പിടിക്കില്ല. ഗവൺമെന്റ് ഈസ് സപ്പോസ് ടു ഡു ദാറ്റ് ഫോർ മീ. ഇല്ല, ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർ, ഈ BPL കാർഡ് മേടിക്കുന്ന ആൾക്കാർ, അവരെന്താ പറയാ? എനിക്ക് ഗവൺമെന്റ് തരേണ്ടതാണ്, ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് തരേണ്ടതാണ്, ഓണം വരുമ്പോൾ എനിക്ക് കിറ്റ് ഗവൺമെന്റ് തരേണ്ടതാണ്. ഇവർ എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി, ഇവർ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഈ മെന്റാലിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. കാരണം എന്താ? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ ഇവർക്ക് വളരാനുള്ള ഒരു ചിന്താഗതിയില്ല. കാരണം എന്താ? എല്ലാം ഗവൺമെന്റ് തരുന്നുണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാ പണിക്ക് പോണേ? മൈ കമ്പനി സപ്പോസ് ടു ഡു ദാറ്റ് ഫോർ മീ. എന്റെ കമ്പനി എനിക്ക് അത് ചെയ്തു തരേണ്ടതല്ലേ? നോ. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലേ ഞാൻ വളരുള്ളൂ. എന്റെ കമ്പനി അല്ല എനിക്ക് വേണ്ടി അത് ചെയ്തു തരേണ്ടത്. മൈ ഗോഡ് ഈസ് സപ്പോസ് ടു ഡു ദാറ്റ് ഫോർ മീ. എന്റെ ദൈവം എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ? പിന്നെ വേറെ എന്തൊക്കെ പണികള് ദൈവത്തിന് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നില്ലേ? നമ്മളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി. മൈ പാരന്റ്സ് ആർ സപ്പോസ് ടു ഡു ദാറ്റ് ഫോർ മീ. എന്റെ രക്ഷിതാക്കൾ എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ? എന്റെ ലീഡർ എനിക്കത് ചെയ്തു തരേണ്ടതല്ലേ? ഇതൊക്കെ എന്താ? എൻടൈറ്റ്മെന്റ് മെന്റാലിറ്റിയാണ്. നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. വേറൊരാൾ ചെയ്തു തരാൻ കാത്തിരിക്കുകയല്ല നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യമുണ്ട്: അക്കൗണ്ടിലേക്ക് കാശ് വന്നാൽ ഈ പറഞ്ഞ ഗവൺമെന്റിനോ കമ്പനിക്കോ ലീഡറിനോ പാരന്റ്സിനോ 1 രൂപ പോലും ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇത് കൊടുക്കാൻ റെഡി അല്ലാത്തോളം കാലം നമുക്ക് അവരോട് ഇങ്ങോട്ടൊന്നും ചോദിക്കാനുള്ള അർഹത ഇല്ല. നിങ്ങൾക്ക് അവരുടെ നിന്ന് ഗൈഡൻസ് എടുക്കാം, നിങ്ങളുടെ ലീഡറിന്റെ ഗൈഡൻസ് എടുക്കാം. എനിക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല, ഒരു 3-4 ക്ലാസ് എൻ്റെ കൂടെ വന്നൊന്ന് പഠിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചോളാം. ദാറ്റ് ഈസ് എ റൈറ്റ് മെന്റാലിറ്റി. പക്ഷെ എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ ലീഡർ എനിക്ക് ക്ലാസ് എടുത്ത് തരേണ്ടതാണ്, എന്റെ ലീഡർ എന്റെ കൂടെ അസോസിയേറ്റിന്റെ കൂടെ കാണാൻ വരേണ്ടതാണ്, എന്റെ ലീഡർ എന്റെ കൂടെ സെയിൽസിന് വരേണ്ടത്. ഇതൊക്കെ എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റിയാണ്. എന്നെ വളർത്തേണ്ടത് ആളുടെ ഉത്തരവാദിത്തം. ഞാൻ ആൾക്കാരെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഷാജി സാറെ ഞാൻ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എന്ത് ചെയ്യും? ചൂണ്ടിക്കാണിക്കും. പക്ഷെ ആര് ചെയ്യണം? പണി ആരെടുക്കണം? ലീഡർ എടുക്കണം. ലീഡറിന് എന്നെ ആവശ്യമുള്ളതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് വന്നേ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലീഡർ കേൾക്കണ്ട. ഇതാണ് എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി. രക്ഷപ്പെടില്ല, ഗതി പിടിക്കില്ല.
അപ്പൊ എൻറ്റൈറ്റ്മെന്റ് മെന്റാലിറ്റി നമ്മൾ മാറ്റാൻ റെഡി ആയിരിക്കണം. ഒരാളും നമുക്കൊന്നും കൊണ്ടുതരില്ല. ഇനി അങ്ങനെ ആരെങ്കിലും കൊണ്ടുതരുന്ന പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്നാൽ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് അതിൽ നിന്നൊരു വിഹിതം കൊടുക്കോ? എന്റെ ലീഡർ എന്നെ ഇത്ര സഹായിച്ചതല്ലേ, ഞാനൊരു 40,000 രൂപ അങ്ങോട്ട് തരാം, കൊടുക്കുവോ? ഇല്ല. അപ്പൊ അങ്ങോട്ട് കൊടുക്കാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള എന്തില്ല, അർഹത ഇല്ല. അപ്പോ മൂന്നാമത് ഒഴിവാക്കേണ്ട കാര്യമാണ് എൻറ്റൈറ്റിൽമെന്റ് മെന്റാലിറ്റി. എത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് സമ്പന്നതയുടെ പാതയിലേക്ക് നിങ്ങൾ എത്തും. ഇനി ടു എലിമിനേറ്റ് ഓൾ ദിസ് യു നീഡ് എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പ്രോപ്പർലി എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വ്യക്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ വേണം. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ, ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? അതിൽ ആ സിറ്റുവേഷനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെലവുകളെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു ധാരണ വേണം. കാരണം ആ ചെലവുകളെ പറ്റി അറിഞ്ഞാലാണ് അത് വരുമാനത്തിന് മുകളിൽ പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചെലവുകൾ? ഇപ്പോൾ ഹൗസിംഗ്, ചില വീട് വെക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടു സംബന്ധമായിട്ടുള്ള ചില ചെലവുകൾ, ഇപ്പൊ റെന്റൽ ആയിട്ടുള്ള ചില ചെലവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ചെലവുകൾ, ഈ ചെലവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, യാത്രാ ചെലവുകൾ, സ്വന്തമായിട്ട് വണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ പെട്രോൾ അടിക്കണം, അതിന്റെ ചെലവുകൾ. അല്ലാത്ത പക്ഷം നമുക്ക് ബസ്സിൽ പോകാനോ ട്രെയിനിൽ പോകാനുള്ള ചെലവുകൾ, ഭക്ഷണത്തിനുള്ള ചെലവുകൾ, ഹെൽത്തിന് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ചെലവുകൾ, കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള ചെലവുകൾ, ഇപ്പൊ നിലവിലുള്ള കടമോ ലോണോ അങ്ങനെ എന്തെങ്കിലും, യൂട്ടിലിറ്റീസ്, ഇപ്പൊ ഇന്റർനെറ്റ്, ഗ്യാസ്, ഇതൊക്കെ എന്താ? യൂട്ടിലിറ്റീസ് ആണ്. അത്തരത്തിലെ ചെലവുകൾ, പേഴ്സണൽ കെയർ, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അത് ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ മുഖത്തിടാൻ പറ്റുന്ന ക്രീമുകൾ ആയിക്കോട്ടെ, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതായിക്കോട്ടെ, നമ്മുടെ ഷൂസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? പേഴ്സണൽ കെയറിൽ വരുന്ന കാര്യമാണ്. പിന്നെ എന്റർടൈൻമെന്റ്, നമ്മൾ വീട്ടുകാരായിട്ടൊന്ന് പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇൻഷുറൻസ്, അല്ലെ? ഇപ്പോൾ കൊല്ലത്തിൽ ഒരു വട്ടം അതിന്റെ അടവ് വരും. ടാക്സുകൾ, അതുപോലെ ചൈൽഡ് കെയർ, കുട്ടികൾക്കുള്ളത്, ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ഗിഫ്റ്റ് ആൻഡ് ഡൊണേഷൻ, ഇപ്പൊ എല്ലാ മാസം എന്തെങ്കിലും ഒരു പരിപാടി വരും, അപ്പൊ അതിനുള്ളത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ ആൻഡ് മെമ്പർഷിപ്പ്, ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ എല്ലാ മാസം ഒരു റിക്കറിങ് എമൗണ്ട് അവിടെ കൊടുക്കണം. ന്യൂസ് പേപ്പറിനുള്ളത് എല്ലാ മാസം കൊടുക്കേണ്ടതാണ്. ഇപ്പൊ അതേപോലെ തന്നെ വൈദ്യുതി, ചില ആൾക്കാർക്ക് അത് ബൈ മന്ത്ലി ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് മന്ത്ലി ആയിരിക്കും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഹോം മെയിൻ്റെനൻസ് കോസ്റ്റ്, നമ്മുടെ വീട്ടിലേക്കുള്ള ചെലവുകൾ. വീട് വെച്ച അന്ന് തൊട്ട് എന്താണ്? ചെലവോട് ചെലവാ. ഫാൻ കേടാവുമ്പോൾ അത് ശരിയാക്കി കഴിഞ്ഞാൽ മോട്ടോർ കേടാവും, മോട്ടോർ കേടായി അത് ശരിയാക്കുമ്പോൾ പിന്നെ മിക്സി കേടാവും. ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യം. അപ്പൊ വീട് വെക്കുന്ന അന്ന് തൊട്ട് തുടങ്ങുന്നതാണ് എന്താണ്? ഹോം മെയിൻ്റെനൻസ് കോസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് പെറ്റ്സ് എന്തെങ്കിലും ഉണ്ട്, ഇപ്പൊ പട്ടിയോ പൂച്ച അങ്ങനെ എന്തെങ്കിലും വളർത്തുന്നെങ്കിൽ അതിന്റെ ചെലവ്. പിന്നെ മിസ്ലീനിയസ് ആയിട്ട് ഇതല്ലാതെ ഒരുപാട് ചെലവുകൾ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സ്പെൻസസ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഈ എക്സ്പെൻസസ് എന്തൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എവിടെയാണ് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹോം മെയിൻ്റെനൻസ് കോസ്റ്റിനേക്കാളും കൂടുതൽ കോസ്റ്റ് പെറ്റ്സിന് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വളർത്തുന്ന മൃഗത്തിന് എന്തിനെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എനിക്ക് ഏതാണ് കട്ട് ഷോർട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എവിടെയാണ് കുറയ്ക്കാൻ സാധിക്കുക. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ആൻഡ് മെമ്പർഷിപ്പ് ഫീസ്, ഉദാഹരണത്തിന് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, പ്രൈം ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇതിനൊക്കെ എല്ലാ മാസം ഒരു ചെറിയൊരു തുക ഈടാക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഈടാക്കുന്നുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ ഹോം മെയിൻ്റെനൻസ് കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് ഞാൻ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് എനിക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ട ഒരു ബ്ലൂ പ്രിന്റ് എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് നമുക്ക് ചെലവുകൾ വരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ചെലവുകളിൽ ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, ഏതാണ് അത്യാവശ്യമുള്ളത്, ഏതാണ് അനാവശ്യം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് വേർതിരിക്കണമെങ്കിൽ ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മൂന്ന് മെന്റാലിറ്റികളെ നമ്മൾ മാറ്റി നിർത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ചെലവുകളെ പറ്റിയിട്ട് നമ്മൾ അറിയുക. ഇനി ഈ ചെലവുകൾ എഴുതി വെച്ചതിന് ശേഷം ഇതിനെ മൂന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തരംതിരിക്കുക. ഒന്നാമത്തതാണ് ഡിസയർ. ഡിസയർ എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹം. നമുക്ക് ആവശ്യമല്ല, ആഗ്രഹം. എനിക്കിപ്പോ ഇത് വേണം എന്നുള്ളൊരു ആഗ്രഹം. ഇപ്പോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു ഐസ്ക്രീമിന്റെ ഒരു കട കണ്ടു, അപ്പൊ ഒരു ഐസ്ക്രീം കഴിക്കാൻ തോന്നി, അതൊരു ആഗ്രഹമാണ്. ഇനി രണ്ടാമത്തതാണ് എന്താ? നീഡ് എന്ന് വെച്ചാൽ എന്താ? നീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള പലചരക്ക് ഒരു ആവശ്യം, വൈദ്യുതി ഒരു ആവശ്യമാണ്, നമുക്ക് വേണ്ട കുടിവെള്ളം ഒരു ആവശ്യമാണ്. ഇതൊക്കെ ആവശ്യങ്ങളാണ്. ഇനി മൂന്നാമത്തത് എന്താ? സ്വപ്നങ്ങൾ.
എനിക്ക് അങ്ങനെ ഒരു വീട്, ഒരു 2 നില വീടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഒരു വാഹനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഇതൊക്കെ എന്താ, നമ്മുടെ ഡ്രീംസ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പൊ നിലവിൽ എഴുതിയ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, മൂന്നായിട്ട് തരംതിരിക്കുക. ഒന്നാണ് ആഗ്രഹം, രണ്ടാണ് ആവശ്യം, മൂന്നാമത്താണ് എന്താ, സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഇത് തരംതിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നാലാമത്തെ സ്റ്റെപ്പായിട്ട് അതിനെ പറയുന്നതാണ് സ്റ്റെപ്പ് 4, ഐഡന്റിഫൈ യുവർ ഇൻകം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചെലവുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹവും ആവശ്യവും സ്വപ്നവും അനുസരിച്ച് നമുക്ക് തരംതിരിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനൊത്ത വരുമാനമുണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വരുമാനം ഏത് രീതിയിലെ വരുമാനമാണെന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തതാണ് റെഗുലർ വരുമാനം. അതായത് എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ കിട്ടുന്നതിനാണ് റെഗുലർ വരുമാനം എന്ന് പറയാം. വൺ ടൈം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയാലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ സെയിലിന് പോയി, അതൊരു വൺ ടൈം വരുമാനം. അത് നാളെയും പോയി മറ്റന്നാളും പോയി, ഈ മാസം മൊത്തം പോയാലാണ് അതൊരു റെഗുലർ വരുമാനമായിട്ട് മാറുള്ളൂ. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വൺ ടൈം വരുമാനം. ഇപ്പൊ നിങ്ങൾ ഇന്ന് 50,000 രൂപയുടെ സെയിൽ നടത്തിയാലും അടുത്ത ദിവസം നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക സീറോ നിന്നാ. കാരണം എന്താ, ഇന്നത്തെ ടാർഗറ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് കമ്മീഷൻ മേടിക്കുമ്പോൾ ആ രീതിയിലല്ല. കമ്മീഷൻ മേടിക്കുമ്പോൾ എന്താ, എല്ലാം നമുക്ക് ഇങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മൂന്നാമത്തതാണ് എന്താ, ആക്റ്റീവ് ആയിട്ടുള്ളത്. ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ഇൻകം തന്നെ, പക്ഷെ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അതിനാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ ഒരു നിശ്ചിത സമയം RCMന് വേണ്ടി കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ആക്റ്റീവ് ഇൻകം കിട്ടുള്ളൂ. പിന്നെ നാലാമത്തതാണ് എന്താ, പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളില്ല വെച്ചാൽ നിങ്ങളുടെ അഭാവത്തിൽ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണ്, നിങ്ങൾ കുറച്ച് നാൾ ബിസിനസ് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്ഥിരമായിട്ടുള്ള ഒരു എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയാം. പക്ഷേ അവിടെ ചെറിയൊരു തിരുത്തലുണ്ട്. സ്ഥിരമായിട്ടുള്ളൊരു എമൗണ്ട് എന്നുള്ളതല്ല, സ്ഥിരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തുക വരുന്നതിനെയാണ് പാസീവ് ഇൻകം എന്നുള്ളത് പറയാം. നമ്മുടെ അഭാവത്തിൽ പോലും ബിസിനസ് വളരുകയാണ്, നമ്മുടെ വരുമാനം കൂടുകയാണ്, അത് മുടങ്ങാതെ വരുന്നതിനെയാണ് എന്ത് പറയാ, പാസീവ് ഇൻകം എന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ചെലവുകൾക്കനുസരിച്ച് അതിനെ അതിജീവിക്കാനുള്ളതിൽ ഈ ഒരു ഇൻകത്തിൽ ഏത് തരത്തിലുള്ള ഇൻകമാണ് നമ്മുടെ കയ്യിൽ നോക്കുക. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആകെ കൂടി ഉണ്ടാവുക റെഗുലർ ഇൻകം, റെഗുലർ പ്ലസ് ആക്റ്റീവ്. കാരണം എന്താ, നമ്മൾ പോയാലേ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. ഒരിക്കലും പാസീവിലേക്ക് ഒരു വരുമാന സാധ്യത ജോലി തുറന്നു തരില്ല. ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ചിലപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ഇൻകം തരില്ല. കാരണം എന്താ, ബിസിനസിന്റെ മാർക്കറ്റ് ഇതനുസരിച്ചിട്ടിരിക്കും, ഫ്ലക്ച്വേഷൻ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് വരുമാനം കിട്ടൂല എന്നുള്ളത്. ചിലപ്പോൾ അതൊരു വൺ ടൈം ആയിട്ട് ഒതുങ്ങാം, ഈ 3 കേസുകളിലും അത് വരും. പക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം തരും. പക്ഷെ അതിന് മിനിമം ഒരു 10 കൊല്ലെങ്കിലും എടുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു വരുമാനം ബിസിനസ്സിലൂടെ വരണമെങ്കിൽ. ഇനി വൺ ടൈം ഇൻകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, ഇപ്പൊ ഇന്ന് നിങ്ങൾ സ്റ്റോക്ക് കുറച്ച് വാങ്ങി, നാളെ അത് വിറ്റു, അത് വൺ ടൈം ഇൻകമാണ്. പക്ഷെ അതിലും ഒരു ഉറപ്പില്ല, നിങ്ങൾ വാങ്ങിയ സ്റ്റോക്ക് അതിനേക്കാൾ ഉയർന്ന മാർജിനിൽ വിറ്റാലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞ റേറ്റിന് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. അപ്പൊ ഈ 3 കാറ്റഗറി, ഇപ്പൊ ജോലി നോക്കിയാലും ബിസിനസ് നോക്കിയാലും നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാലും ഇൻവെസ്റ്റ്മെന്റിങ് നോക്കിയാലും, ഇതൊന്നുമല്ലാതെ ഈ 4 കിട്ടുന്ന ഒരേ ഒരു പരിപാടിയുള്ളൂ, അതാണ് RCM. കാരണം എന്താ, ഇവിടെ റെഗുലർ വരുമാനം കിട്ടും, എല്ലാ മാസവും മുടങ്ങാതെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, ഇന്ന് എനിക്കൊരു കുറച്ച് എക്സ്ട്രാ കാശ് വേണം, ഒരു 3000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യാം, കുറച്ച് RCM പ്രൊഡക്റ്റ് എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ കാശായി. ആക്റ്റീവ് ഇൻകം ആണോ, ആക്റ്റീവ് ഇൻകം ആണ്. കാരണം എന്താ, നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് വരുമാനം കിട്ടും. ഷോപ്പ് തുറക്കുന്നതിലൂടെ വരുമാനം, സെയിൽ പോകുന്നതിലൂടെ വരുമാനം, എന്തിന്, ഉപഭോക്താവായിട്ട് ഇരിക്കുന്നതിലൂടെയും എന്ത് കിട്ടും, വരുമാനം കിട്ടും. കാരണം എന്താ, നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഓരോ 6 മാസം കൂടുമ്പോൾ തിരിച്ചു കിട്ടുന്നുണ്ട്, അതും ഒരു വരുമാനത്തിന്റെ സ്രോതസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റെഗുലറും കിട്ടും, വൺ ടൈമും കിട്ടും, ആക്റ്റീവും കിട്ടും. പക്ഷേ RCM നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയ അവസരം ഇതൊന്നുമല്ല, പാസീവ് ആയിട്ടുള്ള വരുമാനത്തിലുള്ള സാധ്യതയുണ്ട്. അതിനെന്താ ചെയ്യേണ്ടേ, നമ്മൾ നല്ലൊരു ടീമിനെ രൂപീകരിക്കുക, നല്ലൊരു ടീമിനെ നമ്മൾ ഉണ്ടാക്കുക. നമ്മളെ പോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവരിലേക്ക് ഈ ആശയത്തിലേക്ക് എത്തിച്ച് അവരെ നന്നായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാസീവ് ഇൻകം നമ്മുടെ കയ്യിലേക്ക് എത്തും. അപ്പൊ നമുക്ക് നമ്മുടെ നിലവിലുള്ള ചെലവുകളെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ചെലവുകളിൽ നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് എന്താണ്, ആവശ്യങ്ങളാണ്, നീഡ് അല്ലെ. നമുക്ക് ചെറുതായിട്ടൊന്ന് അതിലേക്ക് തിരിഞ്ഞു നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ എക്സ്പെൻസുകളിൽ നീഡ് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതൊക്കെയാന്നുള്ളത് നോക്കൂ. ഹൗസിംഗ് എന്ന് പറയുന്ന ഒരു ആവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ ഒരു ആവശ്യമാണ്, ഭക്ഷണം വീട്ടിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു ആവശ്യമാണ്.
പക്ഷെ പുറത്തുനിന്നുള്ളതാണെങ്കിൽ എന്താണ്, അതൊരു ആഗ്രഹമാണ്. അപ്പൊ അതിന് നമ്മളിപ്പോ ചെലവുകൾ മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ആരോഗ്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയി വാങ്ങണമോ അതോ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് പോവാതിരിക്കണമോ അല്ലെങ്കിൽ സംരക്ഷിക്കണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. എഡ്യൂക്കേഷൻ ഒരു ആവശ്യമാണ്. ഡെപ്റ്റ് ആൻഡ് ലോൺ എന്ന് പറയുന്നത് ആവശ്യമല്ല, ആഗ്രഹമല്ല, സ്വപ്നമല്ല, നിവൃത്തികേടാണ്. അപ്പൊ നമ്മുടെ ഫോക്കസ് ആദ്യം വേണ്ടത് എന്താ, അതിനെ എങ്ങനെ നമുക്ക് വീട്ടാൻ സാധിക്കും, അതിനെ വീട്ടാൻ സാധിക്കണമെങ്കിൽ എവിടെ ചുരുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ അറിയണം. ഇപ്പൊ യൂട്ടിലീസ്, ഇന്റർനെറ്റ് കേബിൾ അതൊരു ആവശ്യമാണ്. പേഴ്സണൽ കെയറിലാണ് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടുള്ളത് ഷോർട്ടേജ് ആക്കാൻ സാധിക്കുക. അതിലെല്ലാം നമുക്ക് ആവശ്യമായിക്കോളുന്നില്ല. ചിലത് നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കാം. അതിപ്പോ നമ്മൾ നോക്കണമോ അതോ പിന്നെ നോക്കിയാൽ മതി. ഇപ്പൊ എന്റർടൈൻമെന്റ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആഗ്രഹത്തെ മാറ്റിവെച്ച് നമ്മൾ ആവശ്യത്തിലേക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇൻഷുറൻസ് ഒരു ആവശ്യമാണ്, ടാക്സ് ഒരു ആവശ്യമാണ്, ചൈൽഡ് കെയർ ഒരു ആവശ്യമാണ്, ഗിഫ്റ്റ് ആൻഡ് ഡൊണേഷൻ അത് ഒരു ആവശ്യത്തെക്കാളും കൂടുതൽ അതൊരു ആർഭാടാണ്. കാരണം നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ മെന്റാലിറ്റിയാണ്. ഇത് തെറ്റൊന്നും പറയാനില്ല. ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. പക്ഷെ കൊടുക്കുന്നത് നമുക്കൊരു വരുമാനമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ഇപ്പൊ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഒരു പുതിയ വീടിന്റെ എന്താ പറയാ ഹൗസ് വാമിംഗ് ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു എന്താ പറയാ കിച്ചൺ യൂട്ടൻസിൽ കൊടുക്കുന്നേക്കാളും എല്ലാം കൊണ്ടും നല്ലത് RCMന്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് PV ജനറേഷനുള്ള അവസരമുണ്ട്. ഒരു കുട്ടിയുടെ നൂൽക്കെട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ RCMന്റെ ഡൈപ്പർ കൊണ്ട് ചെല്ലാം, നമ്മുടെ ഓൾ പർപ്പസ് ക്രീം കൊണ്ട് ചെല്ലാം. കുറച്ച് എന്താ പറയാ അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അതൊരു അവസരമാണ് അല്ലെ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആൻഡ് മെമ്പർഷിപ്പ്, അതിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ആവശ്യമാണെന്ന് ഞാൻ അവകാശപ്പെടില്ല. കാരണം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇതുപോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ച് അതൊരു പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നുമില്ല. കാരണം അതല്ലാതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകും. അപ്പൊ കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് അതില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സബ്സ്ക്രിപ്ഷനോ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, കുറെയൊക്കെ ആഗ്രഹങ്ങളായിരിക്കും. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റുന്നത്. പക്ഷെ ജിം ഒരു എന്താണ്, ആവശ്യമാണ്. ഇപ്പൊ ഹോം മെയിൻ്റെനൻസ് കോസ്റ്റ് അതും എന്താണ്, അതും ഒരു ആവശ്യമാണ്. പെറ്റ്സ് അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമാണ്, അല്ലാത്തവരെ സംബന്ധിച്ച് അത് ആർഭാടാണ്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. അങ്ങനെ ഓരോ എക്സ്പെൻസുകളെയും നമ്മൾ ആവശ്യമാണോ, എന്താ പറയാ ആഗ്രഹമാണോ അല്ലെങ്കിൽ സ്വപ്നമാണോ എന്നുള്ളത് നമ്മൾ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആവശ്യങ്ങൾ എന്തായാലും നമുക്ക് വേണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വരുമാനം ഇപ്പൊ നിലവിലുണ്ടോ? അതില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് കിടക്കരുത്. ഇപ്പൊ ആവശ്യങ്ങളെ നമ്മൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 4 ഈസ് ഐഡന്റിഫൈ യുവർ ഇൻകം. ഇനി ചെക്ക് വെദർ യുവർ എക്സ്പെൻസ് ഈസ്, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ചെക്ക് വെദർ യുവർ എക്സ്പെൻസ് ഈസ് ഹയർ ദൻ യുവർ സോഴ്സ് ഓഫ് ഇൻകം. ഇനി നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെക്കാളും കൂടുതലാണോ നിങ്ങൾക്ക് വരുന്ന ചെലവ്. ചെക്ക് വെദർ യുവർ എക്സ്പെൻസ് ഈസ് അക്കോർഡിംഗ് ടു യുവർ സോഴ്സ് ഓഫ് ഇൻകം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചെലവുകളാണോ നിങ്ങൾക്ക് നിലവിലുള്ളത് എന്നുള്ളത് പരിശോധിക്കാം. ഇഫ് യുവർ എക്സ്പെൻസ് ഈസ് ഹൈ, നിങ്ങളുടെ ചെലവ് കൂടുതലാണെങ്കിൽ കട്ട് ഔട്ട് വേർ എവർ യു ക്യാൻ അക്കോർഡിംഗ് ടു DND ബേസിസ് ഓർ ഇൻക്രീസ് യുവർ മീൻസ്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ചെലവിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഇപ്പൊ നിലവിലില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ചെലവുകളെ കട്ട് ഷോട്ട് ചെയ്യുക. എങ്ങനെ കട്ട് ഷോട്ട് ചെയ്യണം, ഏറ്റവും പ്രിഫറൻസ് ആവശ്യത്തിന് കൊടുത്ത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. കാരണം നമ്മുടെ ബിസിനസ്സിൽ മുന്നോട്ട് വളരണമെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ അച്ചടക്കം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ബിസിനസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമ്മളെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ, നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വളർച്ചയ്ക്ക് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവില്ല. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചെലവുകൾ നിങ്ങളുടെ വരുമാനത്തെക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, എന്തൊക്കെ ചെലവുകൾ വരുന്നുണ്ട് എന്നുള്ളതൊന്ന് എഴുതിയിട്ട് അതിൽ ആവശ്യം എന്താണ് അതിന് മാത്രം ഇപ്പൊ മുൻഗണന കൊടുക്കുക. ബാക്കി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താൽക്കാലികമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തെ ഉയർത്താനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ഉയർത്താനുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് കടക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ടു വിൻ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ കിടക്കണം. എന്താണ് ഇൻവെസ്റ്റ് ടു വിൻ എന്ന് പറഞ്ഞ മെന്റാലിറ്റി? 90-10 റൂൾ ഓഫ് മണി എന്ന് പറയും. അതായത് 10% നമ്മുടെയും 90% സമ്പത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ബീങ് സ്റ്റബോൺ ഈസ് എ ബിഗ് പാർട്ട് ഓഫ് ബീങ് എ വിന്നർ. അതായത് ഞാൻ എങ്ങനെ പോയാലും ഈ ബിസിനസ്സിലൂടെ വിജയിച്ചേ തീരും, എനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, ഞാൻ 100% ഈ ബിസിനസ്സിൽ വിജയിക്കും. അതിന്റെ ഒരു മൂലമന്ത്രമാണ് 90-10 റൂൾ. അതായത് നിങ്ങളുടെ 10% നിങ്ങളുടെ 90% നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കി തരുന്നത്. ആ 10% നമ്മൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തും. പക്ഷെ ഇതിനെന്ത് വേണം, നല്ലൊരു ദൃഢനിശ്ചയം വേണം. ഇപ്പൊ നമ്മൾ RCM ബിസിനസ്സിനെ ഏറ്റെടുത്തു. ഇപ്പൊ പല ആൾക്കാർ RCM ബിസിനസ്സിനെ ഏറ്റെടുക്കുന്നത് ഒരാളുടെ നിർബന്ധപ്രകാരമായിരിക്കും.
അല്ലെങ്കിൽ ഒരാൾ ഒരുപാട് നാൾ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പതി തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാവുക. ഈ ബിസിനസ്സിലേക്ക് ഒരു ദിവസം മിനിമം 300 തൊട്ട് 400 പേര് ജോയിൻ ആവുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ 300 തൊട്ട് 400 പേര് ജോയിൻ ആവുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രമുഖ ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്ന ഒരു ബിസിനസ്സും RCM ബിസിനസ്സാണ്. കാരണം എന്താണെന്നറിയോ? മറ്റുള്ള ബിസിനസ്സുകളെ പോലെ ഇവിടെ വലിയ ഹൈ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഇല്ല ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടെ ആവശ്യ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പലപ്പോഴും ഒരു ജനറൽ സ്റ്റോറിനോടുള്ള ഒരു ചിന്താഗതിയാണ് RCM ബിസിനസ്സിനോട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇതിലാണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവരുടെ ഉള്ളിൽ ഒരു ദൃഢമായിട്ടൊരു നിശ്ചയമില്ല ഈ ബിസിനസ്സിലൂടെ ഞാൻ രക്ഷപ്പെടും എന്നുള്ളത്. ആർക്കാണോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നത്, ആരുടെ ഉള്ളിലാണോ അതുപോലെ ഒരു തീ ഉള്ളത്, അവരാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. കാരണം ഈ ബിസിനസ്സിലേക്ക് വന്നു, ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് പ്രൊഡക്റ്റ് എല്ലാം നല്ലതാ, പക്ഷേ ഇതിൽ വളരുന്നില്ല. കാരണം വളരാനുള്ള ഒരു മെന്റാലിറ്റി അവർക്കില്ല, വിജയിക്കണം എന്നൊരു മെന്റാലിറ്റി ഇല്ല. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകേണ്ട, ഇതുപോലെയൊക്കെ പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ അതേപോലെ തന്നെ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ വന്നു ഇത്രയും 25 ലക്ഷം മേടിക്കുന്ന ആളെ വരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും ആ 25 ലക്ഷം മേടിക്കുന്ന ആളായിട്ട് മാറും എന്നുള്ളിടത്താണ് നമ്മൾ ഈ ബിസിനസ്സിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറുന്നത്. അല്ലാതെ 25 ലക്ഷം മേടിക്കുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് കൈയടിക്കാം, നല്ല കാര്യമല്ലേ, അത്തരം ആൾക്കാർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല. പക്ഷേ 25 ലക്ഷം മേടിക്കുന്ന 2 പേരൊന്നും നിലവിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മൂന്നാമത് ഞാൻ ആവുമെന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുക. അപ്പൊ അതിനെന്ത് വേണം? നമ്മൾ ഈ പറഞ്ഞ മൂലമന്ത്രം നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ 10% കൊടുത്തു കഴിഞ്ഞാൽ 90% സമ്പത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിനൊരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയും. ആ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വന്നിരിക്കുന്ന ബിസിനസിന്റെ ഒരു പവർ എന്താണെന്നുള്ളത്. നോക്കും, ശരിക്കും ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് പറയുന്നത് 4 തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാണ് എംപ്ലോയീസ്. അവരൊരു നിശ്ചിത വരുമാനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ അണ്ടറിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. രണ്ടാമതാണ് വലിയ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ. അവരെന്താ? ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, വീണ്ടും റിസ്ക് എടുക്കാൻ റെഡിയാവും, അവരുടെ ബിസിനസ്സുകൾ വീണ്ടും വളരും. മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്, അവരെയാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയാം. സ്വയം തൊഴിൽ കണ്ടെത്തും, ചെറിയൊരു സംരംഭം തുടങ്ങും, അങ്ങനെ അതിലൂടെ ചെറിയൊരു വരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. നാലാമത്തെ കാറ്റഗറിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോ ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകത്തിലെ ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ച ആൾക്കാർ പറയുന്ന ഒരു കാര്യം, സമൂഹത്തിൽ 4 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. ഒന്ന് എംപ്ലോയി കാറ്റഗറി, ഒന്ന് വലിയ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർ, ഇപ്പൊ യൂസഫ് അലിയെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആമസോണിന്റെ ജെഫ് ബിസോസിനെ പോലെ. പിന്നെ മൂന്നാമത്തത് എന്താ? സെൽഫ് എംപ്ലോയ്, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന. ഇപ്പോൾ ഒരു തട്ടുകട ഇടുന്ന ആള്, ഒരു ഇസ്തിരി കട ഇടുന്ന ആള്, ഇവരൊക്കെ എന്താ? സെൽഫ് എംപ്ലോയിഡ് ആണ്. പിന്നെ നാലാമത്താണ് എന്താ? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവര് ഇൻവെസ്റ്റ് ചെയ്യും, കാരണം അവരിൽ കാശ് ഉണ്ട്, അപ്പൊ അവർ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോ ഈ ക്യാഷ് ഉള്ള ആൾക്കാർ, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, പീപ്പിൾ ഹു ഡു നോട്ട് ഇൻവെസ്റ്റ് അറ്റ് ഓൾ. ഇപ്പൊ മൂന്ന് തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ 3 കേസ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ അതിൽ സുപരിചിതമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് അധികം കിടക്കാത്തത്. കാരണം എംപ്ലോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ചിലൊരു ദിവസ കൂലിക്ക് വേണ്ടി വർക്ക് ചെയ്യും, ചിലരൊരു മാസം ഒരു നിശ്ചിത തുകയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താ? അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്താണ്? വളർച്ചയൊന്നുമില്ല. കാരണം എന്താ? അവരൊരു നിശ്ചിത സമയം കമ്പനിക്ക് വേണ്ടി കൊടുക്കുന്നു, അവരുടെ അധ്വാനം കമ്പനിക്ക് വേണ്ടി കൊടുക്കുന്നു, കമ്പനി വളരുന്നു, ഇവരെ വളർത്താനുള്ള ശ്രമം കമ്പനിയുടെ ഭാഗത്തു നിന്നില്ല. ഇവരുടെ ജീവിതം നിലനിന്ന് പോകാനുള്ള കാര്യങ്ങൾ ആരും ഉണ്ടാക്കി കൊടുക്കും? കമ്പനി ഉണ്ടാക്കി കൊടുക്കും. ഒരിക്കലും ജോലി ചെയ്യുന്ന ഒരാൾക്ക് സമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ സുന്ദർ പിച്ച എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിന്റെ CEO ഉണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഇന്ന് വളരെ സമ്പന്നമായ ഒരു വ്യക്തിയാണ്. പക്ഷെ എന്ന് ഇദ്ദേഹം ഗൂഗിളിൽ നിന്ന് ഇറങ്ങുന്നുവോ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടാവില്ല. ഉണ്ടാവും എപ്പോ? ഇദ്ദേഹം ആ ഗൂഗിളിൽ നിന്ന് കിട്ടിയ വരുമാനം ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി, അതിലൂടെ അദ്ദേഹത്തിന് സേവിങ്സ് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ? രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും കമ്പനിയിലൂടെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സമ്പന്നതയുടെ പാതയിലേക്ക് എത്താൻ പറ്റില്ല. അന്നും ഇന്നും ആളെന്തായിരിക്കും? ജോലിക്കാരനായിട്ടേ മാറുള്ളൂ. സെൽഫ് എംപ്ലോയിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു തട്ടുകട ഇടണമെങ്കിൽ മിനിമം 1 ലക്ഷം വേണം. അപ്പൊ മൂലധനം ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ല. ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ? ഒരു ഐഡിയ ഇല്ല. കാരണം എന്താ? ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഒരു മന്തിക്കട വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തൊട്ട് ആ അറ്റം വരെ എല്ലാം മന്തിക്കട തന്നെ ആയിരിക്കും. അപ്പൊ കോമ്പറ്റീഷൻ വളരെ കൂടുതലാ. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കടയിട്ടാലാണ് രക്ഷപ്പെടുക? ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് കരിക്കിന്റെ ഷേക്ക് കിട്ടുന്ന ഒരു കടയുണ്ട്. ഇതിവിടെ വിജയിച്ചു. ഇനി നോക്കിക്കോളൂ, ഷൊർണൂർ വരെ ഒരു 10 ഔട്ട്ലെറ്റ് ഇതിന്റെ വരും. ഇതെല്ലാം വിജയിക്കോ? ഇല്ല, പലതും പൂട്ടിപ്പോവും. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കിയാൽ, നമ്മുടെ സെന്ററിൽ ഇറങ്ങി നോക്കിയാൽ എല്ലാ മാസവും പുതിയ പുതിയ കടകൾ വരുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടാവും. ഒരു പ്ലോട്ടിൽ എല്ലാ മാസവും വേറെ വേറെ കടകൾ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ? ഇവരൊരിക്കലും സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇവർ മറ്റൊരാൾ ചെയ്ത് വിജയിച്ചൊരു ഫോർമുലേനെ എടുത്ത് അവരവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ റിസ്ക് കൂടുതലാണ്,
വിജയസാധ്യത വളരെ കുറവാണ്. ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഒരിക്കലും ഇതിൽ നിന്ന് ഫുള്ളായിട്ട് അവർക്ക് കരകയറാൻ സാധിക്കില്ല. കാരണം ഇന്ന് ഒരു കണക്ക് പറയുന്നത് ഒരു കൊല്ലത്തിൽ സ്വയം സംരംഭകരായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അതില് ആദ്യത്തെ കൊല്ലം തന്നെ 90% ആൾക്കാർ കൊഴിഞ്ഞു പോകുന്ന, ആദ്യത്തെ കൊല്ലം തന്നെ 90% ആൾക്കാർ നിർത്തി പോവാണ്. ബാക്കി 5% ആൾക്കാർ പിന്നീടുള്ള അടുത്ത കൊല്ലം പോവും. പിന്നെയുള്ള 5% ആൾക്കാർ 10 കൊല്ലം തട്ടിമുട്ടി നിന്ന് അതിലൊരു 2% ആൾക്കാരൊക്കെയാണ് 10 കൊല്ലം കൂടി അത് ജീവിക്കുള്ളൂ. അപ്പൊ ഇന്ന് ഇന്ത്യയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരുടെ അവസ്ഥ ഇതാ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. വേദനിപ്പിക്കുന്ന ഉദാഹരണമാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണൂരുള്ള ബൈജു രവീന്ദ്രൻ, ബൈജൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അല്ലെ, ലോകമെമ്പാടും ഇത്രയും അധികം ആൾക്കാരെ ക്യാൻവാസ് ചെയ്ത് പരസ്യം ചെയ്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയിൽ വരെ പരസ്യം ചെയ്തൊരു കമ്പനിയാണ്. ആ കമ്പനി ഇന്ന് എവിടെ പോയി? ആ കമ്പനിയിൽ നിന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത്രയും വലിയ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സംരംഭങ്ങൾ വരെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെൽഫ് എംപ്ലോയിഡിന് എന്ത് ബേസിസ് ആണുള്ളത്. പിന്നെയുള്ളതാണ് ബിഗ് ബിസിനസ്. ബിഗ് ബിസിനസ് വിജയിച്ച ആൾക്കാരൊക്കെ തന്നെ, ഇപ്പൊ യൂസഫ് അലിക്ക വിജയിച്ച ആളാണ്, ജെഫ് ബിസോസ് വിജയിച്ച ആളാണ്. പക്ഷെ ഇവർക്കൊക്കെ ഒരു കാര്യം വേണമായിരുന്നു, എന്താ? മൂലധനം. ആ മൂലധനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് മൂലധനം ഉണ്ടോ? അപ്പൊ ഇന്നൊരു എംപ്ലോയി ആയി തുടങ്ങിയാലും, ഒരു ബിഗ് ബിസിനസ് ആയിട്ട് തുടങ്ങിയാലും, ഒരു സെൽഫ് എംപ്ലോയിഡ് തുടങ്ങിയാലും, ഒരു ഇൻവെസ്റ്റർ ആയിട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക. ആ ഇൻവെസ്റ്റർ ആയിട്ട് തുടങ്ങാനാണെങ്കിൽ എന്ത് വേണം? മൂലധനം വേണം. പക്ഷെ അവിടെയാണ് നമ്മൾ ചെറിയൊരു മാറ്റം കൊണ്ടുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ നമുക്ക് അത്ര വലിയ തുകയുടെ ആവശ്യമൊന്നുമില്ല. 3 തരത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയാം. ഒന്ന്, പീപ്പിൾ ഹു ഡു നോട്ട് ഇൻവെസ്റ്റ് അറ്റ് ഓൾ. അവരൊന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല, എവിടെ ഇൻവെസ്റ്റ് ചെയ്യില്ല, എക്സെപ്റ്റ് ദർ ഫാമിലി, കമ്പനി ഓർ ഗവൺമെന്റ് ടു ടേക്ക് കെയർ ഓഫ് ദം ആഫ്റ്റർ റിട്ടയർമെന്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എൻടൈറ്റിൽമെന്റ് മെന്റാലിറ്റി. അതായത് എന്റെ കുട്ടികൾ എന്നെ നാളെ നോക്കും, അവരെ ഞാൻ ഇത്രയും കൊല്ലം പഠിപ്പിച്ചല്ലോ, അവര് വളർന്നു, അവർക്ക് ജോലി കിട്ടി, നാളെ അവരുടെ ഉത്തരവാദിത്തമാണ് എന്നെ നോക്കാന്നുള്ളത്. നോക്കി എന്നേ പറയാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. കാരണം നോക്കാൻ ഇവര് നാട്ടിലുണ്ടായാലല്ലേ നോക്കാൻ പറ്റുള്ളൂ. ഇവരൊക്കെ പുറത്താ, ഒന്നില്ലെങ്കിൽ പുറത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരാണ്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്പെക്ടേഷനിൽ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും കൊല്ലം പട്ടിപ്പണി എടുത്ത കമ്പനി നിങ്ങൾ നോക്കുന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കമ്പനിയുടെ വളർച്ചയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കമ്പനിയുടെ വഴിക്ക് പോവും. ഗവൺമെന്റ് നോക്കുവോ? ഗവൺമെന്റ് നോക്കും. വിധവയാണെങ്കിൽ വിധവാ പെൻഷൻ കിട്ടും, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ അതിന്റെ പെൻഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടും. പക്ഷെ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ പീപ്പിൾ ഹു ഡു നോട്ട് ഇൻവെസ്റ്റ് അറ്റ് ഓൾ എന്ന് പറയുന്നത് അവർ എങ്ങനത്തെ ആൾക്കാരായിരിക്കും? എൻടൈറ്റ്മെന്റ് മെന്റാലിറ്റിയുള്ള ആൾക്കാരായിരിക്കും. പീപ്പിൾ ഹു ഇൻവെസ്റ്റ് ടു ലൂസ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാ. കാരണം അവർ സേവർ മെന്റാലിറ്റിയുള്ള ആൾക്കാരാ. ഓൺലി ഡസ് സേഫ് ഇൻവെസ്റ്റ്മെന്റ്. അവർ ഒരു പരിധിക്ക് അപ്പുറമുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യില്ല, കുറവ് ഇൻവെസ്റ്റ് ചെയ്യില്ല, ഒരു മീഡിയം റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അവരെപ്പോഴും സേഫ്റ്റി നോക്കി കളിക്കുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും വിജയിക്കില്ല. കാരണം എന്താ? അവര് എന്താ പറയാ, അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ വളരാൻ ഇത്തിരി റിസ്ക് എടുക്കണമെന്ന് ചിന്തിക്കില്ല. അവരെന്ത് ചെയ്യും? സേഫ്റ്റി മാത്രം നോക്കിയിട്ട് ചെയ്യും. പിന്നുള്ളതാണ് പീപ്പിൾ ഹു ഇൻവെസ്റ്റ് ടു വിൻ. പീപ്പിൾ ഹു ഇൻവെസ്റ്റ് ടു വിൻ എന്ന് വെച്ചാൽ സ്റ്റഡി മോർ, വാണ്ട് മോർ കൺട്രോൾ, ഇൻവെസ്റ്റ് ഫോർ ഹയർ റിട്ടേൺസ്. അവരെന്ത് ചെയ്യും? അവർ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ കൂടുതൽ കൺട്രോൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെന്ത് ചെയ്യും? അവര് ഹയർ ഇൻവെസ്റ്റ്മെന്റ് ഇടാൻ റെഡി ആയിരിക്കും. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വലിയൊരു തുക ഇടണമെന്നല്ല പറയുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ RCMലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ ഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. ഈ സിസ്റ്റത്തെ പറ്റി അറിയാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഇൻവെസ്റ്റ് ചെയ്യാത്തോളം കാലം നമുക്ക് ഇതിൽ വളരാൻ സാധിക്കില്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി മാത്രമല്ല, നിങ്ങളുടെ മെന്റാലിറ്റിയിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നിങ്ങളുടെ എഫേർട്ടിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. കാരണം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഏതൊരു മേഖലയിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ആ മേഖലയിൽ നമുക്ക് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ 3 തരത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒരു കൂട്ടം ആൾക്കാർ ഇൻവെസ്റ്റേ ചെയ്യില്ല. നമ്മൾ കണ്ടിട്ടില്ലേ? മീറ്റിംഗിലേക്ക് വരില്ല, സൂം ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല, ആരും പോയി കാണില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. പക്ഷെ അവരാഗ്രഹിക്കുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരണം. ഇവരാണ് മാസാവസാനം ആവുമ്പോൾ കടയിൽ വന്നിട്ട് പറയാം, ഞാൻ ആട്ടിയ ഓയിലും കഴിഞ്ഞ മാസം മേടിച്ചതാണല്ലോ, എന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വന്നില്ലല്ലോ. കാരണം ഇവരെന്താണ്? പീപ്പിൾ ഹു ഡു നോട്ട് ഇൻവെസ്റ്റ് അറ്റ് ഓൾ ആണ്. ഇനി പീപ്പിൾ ഹു ഇൻവെസ്റ്റ് ടു ലൂസ്, ഇവരെന്താണെന്നറിയോ? ഇവര് കൃത്യമായിട്ട് 5000 PV ചെയ്യും. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. 5001 ചെയ്യില്ല, 4999 ചെയ്യില്ല. 5000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000. അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. അവര് രക്ഷപ്പെടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എന്താ പറയാ, നമ്മൾ എപ്പോഴും ഇത്തിരി എക്സ്ട്രാ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് എപ്പോഴും നല്ലതാണ്. എപ്പോഴും നല്ലതാണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ബിസിനസ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരുടെ സ്ലാബ് പോവും. അവരൊരു 10 PV കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ രക്ഷപ്പെട്ടേനെ, അല്ലെങ്കിൽ ഒരു 100 PV കൂടുതൽ ചെയ്തെങ്കിൽ രക്ഷപ്പെട്ടേനെ. ചിലപ്പോൾ ആരെങ്കിലും ബില്ല് ക്യാൻസൽ ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ആവും. അങ്ങനെ ഇവരുടെ
സ്ലാബ് പോകും. പക്ഷെ ഇവർ കുറച്ച് കൂടുതൽ ചെയ്ത് അത് കോമ്പൻസേറ്റ് ആയാലും. അപ്പൊ എപ്പോഴും നമ്മൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളായിട്ട് മാറിയാലേ നമുക്ക് കൂടുതൽ വളർച്ച ഈ ഒരു ബിസിനസ്സിൽ കൈവരിക്കും. ഈ ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ്സിലും നിങ്ങൾ വളർച്ച കൈവരിക്കണമെങ്കിലും നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. നോക്കൂ, ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആർക്കാം? ഏറ്റവും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ, ക്ലാസ് കട്ട് ചെയ്ത ആൾക്കല്ല, ഏറ്റവും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുക. കാരണം എന്താ? ആളാളെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെ? നിങ്ങൾ ഓരോ വ്യക്തികളും വിജയിച്ച ഓരോ വ്യക്തികളും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. ഉസൈൻ ബോൾട്ട് 9 സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ എന്നുള്ള റെക്കോർഡ് സ്വന്താക്കിയ വ്യക്തിയാണ്. ആ വ്യക്തി എന്തുകൊണ്ടാണ് വിജയിച്ചത് എന്നുള്ളത് ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ കാര്യം, 9 സെക്കൻഡ് ഓടാൻ വേണ്ടി 9 കൊല്ലത്തെ 10 മണിക്കൂറിന്റെ നിരന്തരമായ പരിശ്രമം പ്രതിദിനം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആളുടെ ഇൻവെസ്റ്റ്മെന്റാ. മൈക്കിൾ ഫിലിപ്സ് എന്ന ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സ്വിമ്മർ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. 10-15 കൊല്ലത്തെ ഇൻവെസ്റ്റ്മെന്റ് ആ ചെറിയ നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്സിലോ നിങ്ങളൊരു പ്രസ്ഥാനത്തിലോ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലോ നിങ്ങൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എത്രത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം റിട്ടേൺസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളൊരു മിനിമം ബാർ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മിനിമം ബാർ അനുസരിച്ചുള്ള റിട്ടേൺസേ കിട്ടുള്ളൂ, അതിനപ്പുറം പോയില്ല. ഇപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് അവർ ഹോം മീറ്റിംഗ് ഒന്നും എടുക്കില്ല, കാരണം അതൊരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റാ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം, ബോർഡ് സെറ്റ് ചെയ്യണം, പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകണം, അവരോട് പറയണം, അതൊക്കെ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റാ. അതിനവർ റെഡിയല്ല. അവരെ സംബന്ധിച്ച് അവർ 3000-4000 രൂപ ആർസ്യം കിട്ടുന്നതോടുകൂടി സംതൃപ്തി അടഞ്ഞ് അങ്ങനെ പോകും. കാരണം എന്താ? അവർ സേഫ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരാ. പക്ഷെ സേഫ് ആയിട്ട് കളിക്കാത്ത ആൾക്കാരാരാ? അവര് ഹോം മീറ്റിംഗ് എടുക്കാൻ പോകും, 1-on-1 എടുക്കാൻ പോകും, വേറെ സംസ്ഥാനത്ത് പോയിട്ട് ബിസിനസ് ചെയ്യും, വേറെ ഏരിയയിൽ പോയിട്ട് ബിസിനസ് ചെയ്യും, അറിയാത്ത ഭാഷയിലെ ആൾക്കാരെ പോയി കണ്ട് ബിസിനസ് കൺവിൻസ് ചെയ്യാൻ നോക്കും. അതൊക്കെ എന്താണ്? പീപ്പിൾ ഹു ഇൻവെസ്റ്റ് ടു വിൻ. അവർ വിജയിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സേവേഴ്സ് ആണോ ഇൻവെസ്റ്റേഴ്സ് ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും. കാരണം ഡിഫറൻസ് ബിറ്റ്വീൻ സേവർ ആൻഡ് ഇൻവെസ്റ്റർ ഈസ് ലെവറേജ്, ദ അബിലിറ്റി ടു ഡു മോർ വിത്ത് ലെസ്. ഒരു സേവറും ഒരു ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ചുരുങ്ങിയ എഫേർട്ട് കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ലിവറേജ് ആണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം. സേവറിന് ഒരിക്കലും ഒരു ലിവറേജ് ഉണ്ടാവില്ല, പക്ഷെ ഇൻവെസ്റ്ററിന് എന്തുണ്ടായിരിക്കും? ഒരു ലിവറേജ് ഉണ്ട്. അപ്പൊ ലിവറേജ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഒരു വലിയൊരു ചാക്ക്, അതെനിക്ക് ഒറ്റയ്ക്ക് പൊന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയൊരു സർക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഒരു പലക വെച്ച് ആ ചാക്കിന്റെ അടിയിലേക്ക് വെച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഞാൻ അമർത്തി കഴിഞ്ഞാൽ അത് പതുക്കെ പൊങ്ങും. അതിനാണ് എന്ത് പറയാ? ലിവറേജ് എന്നുള്ളത് പറയുക. ആ ലിവറേജ് ഒരിക്കലും സേവേഴ്സിന് ഉണ്ടാവില്ല, പക്ഷെ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു പാസീവ് ഇൻവെസ്റ്റർ മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അവർ നന്നായിട്ട് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അവർ കുറച്ച് എമൗണ്ട് അവർ എപ്പോഴും സ്വരുക്കൂട്ടി വെക്കാൻ, ഒരു 20% സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കാൻ റെഡി ആയിരിക്കും. അവർ എത്രയും പെട്ടെന്ന് കടത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് മാത്രമല്ല, അവർ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. പ്രവർത്തന മേഖലയിലായിക്കോട്ടെ അവർ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും. കാരണം അവർ നന്നായി പ്രൊഡക്റ്റ് പറയും, നന്നായി ക്ലാസ് എടുക്കും, നല്ല രീതിയിൽ ഇത് 1-on-1 ചെയ്യാൻ അറിയാം, ഹോം മീറ്റിംഗ് എടുക്കാൻ അറിയാം. ഏത് ചട്ടിയിലിട്ടാലും അല്ലെങ്കിൽ എന്താ പറയാ ഇതിലിട്ടാലും അവര് കറക്റ്റ് ആയിട്ട് അവർ എന്തായും അത് ചെയ്യും. അതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് പറയാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു പാസീവ് ഇൻവെസ്റ്ററിന്റെ മെന്റാലിറ്റിയാണ്. അപ്പൊ നമ്മളൊരു സേവർ ആയിട്ട് ഇരിക്കാതെ നമ്മൾ എന്തായിട്ട് മാറണം? ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറണം. ലെറ്റ്സ് അതർ വർക്ക് ഫോർ യു. ഇപ്പൊ ലെവറേജ് എന്ന് ഈ ബിസിനസ്സിൽ പറയാനുള്ള ഒരു കാരണം, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് ആദ്യ സമയത്തൊക്കെ മാത്രമാണ് നമ്മുടെ എഫേർട്ട് ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സമയം നമ്മുടെ സമയമായിട്ട് മാറും, അവരുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ട് മാറും, അവരുടെ എഫേർട്ട് നമ്മുടെ എഫേർട്ട് ആയിട്ട് മാറും. ലെറ്റ് അതേഴ്സ് വർക്ക് ഫോർ യു, ലെറ്റ് ദാറ്റ് ടൈം വർക്ക് ഫോർ യു. യു ജസ്റ്റ് ഹാവ് ടു ഫിൽ ഇൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ ഹാർഡ് വർക്കിനെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റിയോട് കൂട്ടിയിട്ട്, ആരുടെയോ വോയിസ് ഇതാണല്ലോ, യെസ്, ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഹാർഡ് വർക്കിനെ നമ്മൾ മാത്രം എടുക്കാതെ, ഓക്കെ, നമ്മുടെ ഹാർഡ് വർക്ക് നമ്മളെ മാത്രം ആക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഒരു ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ലിവറേജ് കിട്ടുന്ന, നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മുടെ ടീമംഗങ്ങൾ പോകും. ഇപ്പൊ ഒരു ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല, പകരം എനിക്ക് ഒരാളെ വിടാൻ പറ്റുന്നെങ്കിൽ അതാണ് നിങ്ങളുടെ ലിവറേജ്. നിങ്ങളില്ലെങ്കിലും അവിടെ വർക്ക് നടക്കും. ഇപ്പൊ ഒരു മാസം രാജൻ സാറും പ്രിയ മാഡം കാനഡയിലേക്ക് പോയി. ആ സമയത്ത് അവരുടെ അഭാവത്തിലും ബിസിനസ് വളർന്നേ ചെയ്തോളൂ, ബിസിനസ് താഴോട്ട് പോയില്ല. അതിനാണ് ലിവറേജ് എന്ന് പറയാം. ഇതൊരിക്കലും സേവർ മെന്റാലിറ്റിയുള്ള ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഇൻവെസ്റ്റർ മെന്റാലിറ്റിയുള്ള ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ വർക്ക് ഹാർഡ്, ലെറ്റ്
ലെറ്റ് അതേഴ്സ് വർക്ക് ഫോർ യു. മറ്റുള്ള ആൾക്കാരുടെ സമയവും മറ്റുള്ള ആൾക്കാരുടെ എഫേർട്ടും നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് മാറുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബിഗ് ബിസിനസ് ഓണേഴ്സ് ആയിട്ട് നിങ്ങൾ മാറും. ബിഗ് ബിസിനസ് ഓണേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ യൂസഫ് അലി അല്ലെ, അദ്ദേഹത്തിന്റെ സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ അദ്ദേഹത്തിലൂടെ ആ ബിസിനസ്സിലേക്ക് വന്ന ആൾക്കാരുടെ സമയവും പരിശ്രമവുമാണ് ഇന്ന് അദ്ദേഹത്തിന് ലെവറേജ് ആയിട്ട് മാറുന്നത്. ആളില്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഇപ്പോൾ എന്റെ ടാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ സമയം കണ്ടെത്തിയിട്ട് ഒരു 3 മണിക്കൂർ ഡെയിലി അതിന് വേണ്ടിയിട്ട് ഇരിക്കാം. പക്ഷെ അതിന് സമയത്ത് എനിക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ എന്റെ വർക്ക് എളുപ്പമാക്കാൻ ഞാൻ എന്താ ചെയ്യുക, ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യും. എനിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകാം. പക്ഷെ ആ വണ്ടി ഓടിക്കുന്ന സമയവും എനിക്ക് ലാഭിക്കണമെങ്കിൽ, കൂടുതൽ പഠിക്കാനും കൂടുതൽ വളരാനും ഉപയോഗിക്കണമെങ്കിൽ ഞാനൊരു ഡ്രൈവറിനെ അപ്പോയിന്റ് ചെയ്താൽ മതി. ഇതിനൊക്കെ പറയുന്ന പേരാണ് ലെവറേജ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അവസരമാണ് ലെവറേജ്. കാരണം നമ്മളില്ലാതെയും ബിസിനസ് മുന്നോട്ട് പോകാനുള്ള അവസരം ഈ ബിസിനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യണം. കാരണം അത് ചെയ്താലാണ് ഈ ബിസിനസ്സിൽ നമ്മൾ എന്തിനാ വന്നേന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ അന്നും ഇന്നും ഈ ലോഡ് വലിച്ചുകൊണ്ടിരുന്ന് ഒരുപാട് നാള് ഇത് വലിച്ച് എന്താവും, അവസാനം നമ്മൾ ടയേർഡായി നമ്മൾ ഈ സിസ്റ്റം വിട്ടു പോകും. പല ആൾക്കാർക്കും സംഭവിക്കുന്നത് അതാ. കഥ, തിരക്കഥ, സംഭാഷണം ഇതെല്ലാം അവർ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഇത് ഓരോരുത്തരും കഴിവുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എത്രത്തോളം എളുപ്പമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ആർച്ചം ബിസിനസ്സിലേക്ക് വരുന്ന ഒരുപാട് പേരിൽ കുറെ പേര് കൊഴിഞ്ഞു പോകാനുള്ള കാരണം അവർ ഒറ്റയ്ക്ക് ഈ ലോഡ് വലിക്കുക. പക്ഷെ ലോഡ് വലിക്കാനും ഈ ബിസിനസ്സിൽ മുന്നേറാനും ഉള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് എത്രത്തോളം എളുപ്പമായിരിക്കും. അവിടെയാണ് നമുക്ക് ഇൻവെസ്റ്റർ മെന്റാലിറ്റി വരുന്നത്. അപ്പൊ വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ ജീവിതകാലം മൊത്തം വർക്ക് ഹാർഡ് എന്നുള്ളതല്ല. ഏതുവരെ നിങ്ങളെപ്പോലെ കഴിവും നിങ്ങളെപ്പോലെ അറിവും നിങ്ങളെപ്പോലെ പണിയെടുക്കാനും നിങ്ങളെക്കാൾ കൂടുതൽ പണിയെടുക്കാനും പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടെത്തി ഈ അവസരം അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് എളുപ്പമാവും. അതുവരെയാണ് ഹാർഡ് വർക്ക് ഉള്ളത്. അത് കഴിഞ്ഞാൽ സ്മാർട്ട് വർക്കാണ്. നമ്മുടെ എല്ലാ ലീഡേഴ്സും പറയാറുണ്ട്, ആദ്യത്തെ ഒരു 1, 2, 3 കൊല്ലം നിങ്ങളെ സംബന്ധിച്ച് ഈ ബിസിനസ്സിൽ ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എത്രയും ശക്തമായ ടീമിനെ നിങ്ങൾക്ക് എത്രയും ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നോ അന്ന് തൊട്ട് എന്ത് സംഭവിക്കും, അന്ന് തൊട്ട് നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഡബിൾ മടങ്ങ് വളരും. സാധാരണക്കാളും ഡബിൾ ആയിട്ട് വളരും. അതാണ് ഈ ബിസിനസ്സിന് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റാലി ഈ തൃശ്ശൂർ നഗരത്തിൽ ഒരു റാലി നടന്നു. ഈ റാലിയിൽ ഞാൻ മാത്രം പങ്കെടുത്തെങ്കിൽ ഞാൻ ആ സ്ഥലം നടന്നെത്താൻ എടുക്കുന്ന സമയം സേമന്യ, ഒരു മാറ്റമില്ല. പക്ഷെ അതിന്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ നടന്നെത്തിയപ്പോഴാണ് അവിടെ ആൾക്കാർ അതിനെ ശ്രദ്ധിച്ചത്. ശരിയല്ലേ? ഞാൻ ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാലും ആശയം സേമന്യാണ്, RCMനെ പ്രചരിപ്പിക്കണം, RCMനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷെ എന്റെ കൂടെ 800-ലധികം ആൾക്കാർ നടന്നപ്പോൾ എന്തുണ്ടായി, അതൊരു വലിയൊരു ചരിത്രമായിട്ട് മാറി. ഒരുപാട് പേര് അത് കണ്ടു, ഒരുപാട് പേര് അതിനെ അംഗീകരിച്ചു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിലോ? അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് നടക്കണോ? ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞാൽ എത്ര ദൂരം നമുക്ക് എത്താൻ സാധിക്കും? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾക്ക് ഹാർഡ് വർക്ക് ഉണ്ട്, നമുക്ക് നല്ല പണിയുണ്ട്. ഏതുവരെ നമ്മളെക്കാളും കഴിവുള്ള ആൾക്കാരും നമ്മളെക്കാളും അറിവുള്ള ആൾക്കാരെയും നമ്മളെക്കാളും അത്യാവശ്യമുള്ള ആൾക്കാരെയും കണ്ടെത്തുന്ന വരെ മാത്രമേ നമുക്കതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ലിവറേജാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, മൂർത്തി സാറിന് ഇന്ന് വീട്ടിൽ നിന്ന് അനങ്ങണ്ട, മൂർത്തി സാറിന് ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. അങ്ങനെ ഇറങ്ങിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് വളരെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. വട്സാറിനൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇന്ന് ഇറങ്ങിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് എല്ലാ മാസവും അദ്ദേഹം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും സ്വപ്നങ്ങളുണ്ട്, നമുക്കും ആഗ്രഹങ്ങളുണ്ട്, നമുക്കും ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ എഴുതി വെച്ച് അത് മടക്കി വെച്ചിട്ടുണ്ട്. അത് തുറന്നൊന്ന് നോക്കി ഈ ലിവറേജിലേക്ക് നമുക്ക് എത്താനുള്ള വഴി നമുക്കൊന്ന് വെട്ടിത്തളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത്തരം ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ലിവറേജ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമായിരിക്കും. ആ ലിവറേജ് അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്, ഷേക്ക് കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇത്രയും ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് അവരിൽ ഒരാളായിട്ട് നമുക്ക് മാറിക്കൂടാ? അതിന് നമുക്ക് എന്ത് വേണം? ഹാർഡ് വർക്ക് വേണം. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം, സമയം ഇൻവെസ്റ്റ് ചെയ്യണം, കഴിവുകൾ വളർത്താനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ട്രെയിനിങ് പ്രോഗ്രാമുകൾ, മീറ്റിങ്ങുകൾ, അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. എത്രത്തോളം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം ബിസിനസ് വളരും. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സേവ് മണി. കറന്റ് എക്കോണമി നീഡ്സ് ഡെപ്റ്റേഴ്സ് നോട്ട് സേവേഴ്സ്. ഇപ്പോഴത്തെ നിലവിലുള്ള എക്കോണമി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? കടക്കാർ ഒരുപാട് ഉണ്ടാവണം. കടക്കാർ ഒരുപാട് ഉണ്ടായാലാണ് ഈ ബിസിനസ്
വളരുള്ളൂ. ഏത് ബിസിനസ്? ബാങ്കിങ് ഫീൽഡ് വളരണമെങ്കിൽ എന്ത് വേണം? അവർക്ക് സേവേഴ്സിനല്ല വേണ്ട, അവർക്ക് കടക്കാരെ വേണ്ട. അതുകൊണ്ട് അവർ നിങ്ങൾക്ക് EMI തരും, ക്രെഡിറ്റ് കാർഡ് തരും. ഇത് നോ EMI ആണ്, ക്രെഡിറ്റ് കാർഡിന് നിങ്ങൾക്ക് സ്കോർ കിട്ടും, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ തന്ന് എന്ത് ചെയ്യും? നിങ്ങൾ പണക്കാരാന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി തരും. പക്ഷെ സത്യാവസ്ഥ എന്താ? നമ്മൾ കടക്കാരായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. ബോറോവേഴ്സ് മേക്ക് ബാങ്ക് റിച്ചർ. ബാങ്കിനെ ഏറ്റവും കൂടുതൽ വളർത്തുന്നതും ഏറ്റവും കൂടുതൽ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ്? ബോറോവേഴ്സ് ആണ്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. യുവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സേവിങ്സ് ആണ്. ലൈബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ കടമാണ്. അതാണ് എന്താ പറയുക, നിങ്ങൾ കൊടുക്കാനുള്ളത് തന്നെയാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിലവിൽ എന്താ പറയുക വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു സ്രോതസ്സിനെ പറയുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അസറ്റ് ലൈബിലിറ്റി. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ച് എന്താണെന്നറിയോ? ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ അസറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കടങ്ങളാണ് ബാങ്കിന്റെ അസറ്റ്. യുവർ ഡെപ്റ്റ് ഈസ് ബാങ്ക്സ് അസറ്റ്. ലൈബിലിറ്റി എന്താ? നിങ്ങളുടെ സേവിങ്സ് ആണ് ബാങ്കിന്റെ ലൈബിലിറ്റി. കാരണം എന്താ? നിങ്ങൾക്ക് സേവിങ്സ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ബാങ്കിനെ ആശ്രയിക്കില്ല, അത്രത്തോളം ബാങ്കിന് നഷ്ടം വരും. പക്ഷെ നിങ്ങൾ കടക്കാരനായിട്ട് മാറിക്കഴിഞ്ഞാലോ എന്തുണ്ടാവും? ബാങ്ക് വളരും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ അസറ്റ് ബാങ്കിന്റെ ലൈബിലിറ്റി ആണ്, നിങ്ങളുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ബാങ്കിന്റെ അസറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, EMI എന്നൊരു ട്രാപ്പിലേക്ക് നിങ്ങൾ കിടക്കണമോ, ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ട്രാപ്പിലേക്ക് നിങ്ങൾ കിടക്കണമോ, അതിൽ നിങ്ങൾ ജീവിതകാലം മൊത്തം ഓടിത്തീരണോ എന്നുള്ളത്. ഗെറ്റ് ഔട്ട് ഓഫ് ഡെപ്റ്റ്. നിങ്ങളുടെ കടത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നതിനെയാണ് നിങ്ങളുടെ നല്ല പാസീവ് ഇൻവെസ്റ്റർ മെന്റാലിറ്റി എന്ന് പറയും. എത്രയും പെട്ടെന്ന്, ഫാസ്റ്റ്, വെരി ഫാസ്റ്റ്. എത്ര പെട്ടെന്ന് നിങ്ങളുടെ കടം ക്ലോസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് കടം ക്ലോസ് ചെയ്യാം. അത് പിന്നത്തേക്ക് വെക്കരുത്. ഈ EMI ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ഇത് നമ്മുടെ മുന്നിലേക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ട്രാപ്പ്, ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സാധിക്കണം. കാരണം എന്താ? നിങ്ങൾ ജീവിതം ഒന്നേ ഉള്ളൂ. നാളെ നിങ്ങൾ മരിച്ചു പോയാൽ ഈ ആഗ്രഹങ്ങൾ സാധിക്കാതെ നിങ്ങൾ മരിച്ചു പോയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് ഈ സാധനം തരാൻ റെഡിയാ. മാസം 8,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ അടച്ചാൽ മതി. ഇന്നത്തെ ചെറുപ്പക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ വീട്ടുകാരായിട്ട് അടി ഉണ്ടാക്കുന്നത് ഐഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഐഫോൺ അവർ EMIക്ക് മേടിക്കും. എന്താ അച്ഛനോടും അമ്മയോടും പറയാ? EMI ഉണ്ട്, EMIക്ക് ഒന്നും അത്ര വലിയത് വരില്ല, ഇപ്പൊ എല്ലാം കൂടി അടക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കുറച്ച് അടച്ചാൽ മതി. അങ്ങനെ 1,15,000 രൂപ വരുന്ന ഐഫോൺ ഈ EMIയും അതിന് ഇൻട്രസ്റ്റും കൂടി ചേർത്ത് 1,40,000 രൂപയ്ക്ക് ആര് മേടിക്കും? ഈ പറഞ്ഞ ഫാമിലി മേടിക്കും. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിനേക്കാളും കൂടുതൽ തുക കൊടുത്തിട്ട് ആ ഉൽപ്പന്നം വാങ്ങുന്ന ആളെ മലയാളത്തിൽ പറയുന്ന പേരാണ് മണ്ടൻ. അങ്ങനെയാണ് ഇന്ന് പല മണ്ടന്മാരും ചെയ്യുന്നത്. ഒരു TV, ആ TV അത്യാവശ്യം നല്ല ദീപാവലി ഓഫർ വന്നു, ഇനി ഇതിനേക്കാളും കുറഞ്ഞ നിരക്കിന് കിട്ടില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഇല്ല. അപ്പൊ അവർ പറയും, സാറേ നമുക്ക് EMI എടുക്കാം, മാസം 3,000 രൂപ അടച്ചാൽ മതി. അപ്പൊ നമുക്ക് തോന്നാം 3,000 അടച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, 46,000 രൂപയുടെ TV 52,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അതായത് 6,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിനേക്കാളും കൂടുതൽ കൊടുത്ത് വാങ്ങുന്നതിനെ ബുദ്ധി എന്നാണോ പറയാ, അതോ ബുദ്ധിയില്ലായ്മ എന്നാണോ പറയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ കടത്തിലാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിന്ന് ലോണുകളും EMIകളും ക്രെഡിറ്റ് കാർഡും സുലഭമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് ഉപയോഗിക്കുന്ന ഒരു മണ്ടന്മാരാന്നല്ല ഞാൻ പറയുന്നത്, വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും എനിക്കറിയാം. അവർ കൃത്യമായിട്ട് അത് സ്മാർട്ടായിട്ട് ഉപയോഗിക്കും. പക്ഷെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് EMI, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ലോണുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾ മുക്തി നേടുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ബോണസ് കിട്ടുമ്പോൾ, ബിസിനസ്സിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഇയർലി ബോണസ് കിട്ടുമ്പോൾ എത്ര കടം അതുകൊണ്ട് വീട്ടാൻ പറ്റുന്നോ നിങ്ങൾക്ക് നിലവിലുള്ളത് അത് വീട്ടിക്കോളൂ. അത് നിങ്ങൾക്ക് റിസൾട്ട് ചെയ്ത് പിന്നത്തേക്ക് വെക്കരുത്, അത് അപ്പൊ തന്നെ വീട്ടിക്കോ, കുഴപ്പമില്ല. കാരണം ഇത് അക്യുമുലേറ്റ് ആയിട്ട് പിന്നെ അതിൽ നിന്ന് വരുന്ന പലിശ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് കടങ്ങൾ എത്രയും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടാൻ പറ്റുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് വീട്ടുക. രണ്ടാമത്തെ കാര്യം, EMIയിൽ നിന്ന് മാറി നിൽക്കുക, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് മാറി നിൽക്കുക, ലോണുകളിൽ നിന്ന് എടുക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കും, അതിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാവർക്കും ആ ത്വര ഉണ്ടാവും. എന്നാൽ പിന്നെ നമുക്ക് അത് വാങ്ങിച്ചൂടെ, ഇത് വാങ്ങിച്ചൂടെ, ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. ഇതൊക്കെ എല്ലാവരും ഒരു സ്റ്റേജിലൂടെ പ്രോസസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺസ് നിങ്ങൾ EMIയുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ശീലമായിട്ട് മാറും. പിന്നെ അതെന്താവും, പിന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ EMIയിലൂടെ വാങ്ങും. വാങ്ങി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ മേടിച്ച ബഹുഭൂരിപക്ഷം സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും, ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങളായിരിക്കും. കാരണം എന്താ? ആഗ്രഹത്തിന് പിന്നാലെ പോയി. ആ ആഗ്രഹം നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് EMIയിലൂടെ വാങ്ങിയെടുക്കാൻ സാധിക്കും. അതൊരിക്കലും നമ്മൾ അനുവദിക്കരുത്. കാരണം അത് നമ്മുടെ ബലഹീനതയായിട്ട് മാറും. ആൻഡ് ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ RCMൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഈ RCMൽ വരുമാനം കിട്ടിയിട്ട് എനിക്കറിയാം, ഇപ്പൊ ടെക്നിക്കൽ ലെവലിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും വരുമാനം ഒന്നിനും തികയുന്നില്ല. തികയാത്തതിന്റെ കാരണം വേറൊന്നുമല്ല,
പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ അവിടെ ഫൈനാൻഷ്യൽ ലെവലിൽ ഇല്ല. ഇപ്പോൾ 50,000 കിട്ടുന്നുണ്ട്, 75,000 കിട്ടുന്നുണ്ട്. ഇത് കിട്ടിയിട്ട് പോലും അവസാനം എല്ലാ ചെലവും കഴിഞ്ഞ് മാസം ഒരു 3,000 മാത്രം നിൽക്കുന്ന ലെവലിലേക്ക് ഒതുങ്ങുന്നുണ്ട്. കാരണം എന്താ? എവിടെയാണ് ചെലവ് വരുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് 2 അനുസരിച്ച് ചെലവുകൾ എന്തൊക്കെ വരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എഴുതുക. അതിൽ ആവശ്യമുള്ള ചെലവുകൾ ഏതാണ് അത് എഴുതുക. ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് സേവിങ്സിലേക്ക് നമ്മൾ കിടക്കുക. സേവിങ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കുറച്ച് തുക മാറ്റി വെക്കുക. എല്ലാ ചെലവും കഴിഞ്ഞിട്ടല്ല മാറ്റി വെക്കണ്ടേ. നിങ്ങളുടെ വരുമാനം വന്ന അന്ന് 20% നിങ്ങളുടെ സേവിങ്സ് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. തുടരുത്. ജീവൻ പോയാലും എന്ത് ചെയ്യരുത്? തുടരുത്. ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ബിസിനസ്സിൽ വന്ന് വരുമാനം ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വരുമാനത്തെ നിലനിർത്തി അടുത്ത തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായേ സാധിക്കുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, വളരെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വരുമാനം വേണം. ആ വരുമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെ നിങ്ങൾക്ക് മെച്ചം പിടിക്കാൻ സാധിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, എപ്പോ കമ്മീഷൻ വരുന്നോ അന്ന് 20% നിങ്ങൾ സേവിങ്സ് ആയിട്ട് മാറ്റിവെക്കാൻ റെഡിയാക്കണം. ഒരു പക്ഷെ നിങ്ങളത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു പക്ഷെ നിങ്ങളത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ, നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണമെങ്കിൽ, നിങ്ങൾ സെക്യൂർ ആയിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഈ നിമിഷം തൊട്ട് സേവ് ചെയ്തേ പറ്റൂ. നിങ്ങൾ സേവ് ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെലവാക്കുന്ന ഓരോ 100 രൂപയിലും ഒരു 20 രൂപയെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മതി. അത് മതി. അത്യാവശ്യം നിങ്ങൾക്ക് അതൊന്നും തന്നെ കിട്ടും. പക്ഷെ ഈ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം. പക്ഷെ അത് ഒരിക്കലും എല്ലാ ചെലവും കഴിഞ്ഞിട്ട് സേവ് ചെയ്യരുത്. കാരണം എല്ലാ ചെലവും കഴിഞ്ഞ് പിന്നെ സേവ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഈ മാസം 7-ാം തീയതി കമ്മീഷൻ ക്രെഡിറ്റ് ആവുന്ന ആ നിമിഷം അതിൽ നിന്ന് ഒരു 20% നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ച് കൊന്നാലും ചത്താലും അത് തൊടില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ളത് നമ്മൾ എന്തിലേക്ക്? സ്പെൻഡിങ് അക്കൗണ്ടിലേക്ക്, ചെലവാക്കുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. ഇനി ആ സേവിങ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സഡ് ഇടാം. ഇപ്പൊ ഈ അടുത്തല്ല, എനിക്ക് തോന്നുന്നു 25 കോടി ബമ്പർ അടിച്ച അനീഷ്, അത് ഏത് കൊല്ലാന്ന് എനിക്കറിയില്ല, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അനീഷാണ്. കാരണം അനീഷ് എന്ത് ചെയ്തു? 25 കോടി കിട്ടിയ അന്ന് അതിന്റെ എല്ലാ ടാക്സും കഴിഞ്ഞ് 13 കോടിയാണ് ആളുടെ കയ്യിൽ കിട്ടിയത്. 13 കോടി ആള് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു. 13 കോടി ആള് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ആള് സാധാരണക്കാരനെ പോലെ ഇപ്പോഴും ജീവിക്കുക. പല ആൾക്കാരും ആളോട് പറഞ്ഞു, ഈ ഇത്രയും വലിയൊരു തുക അടിച്ചിട്ട് താൻ ഇപ്പോഴും ഈ ദരിദ്രനെ പോലെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ ഇവർക്ക് അറിയാത്തൊരു സത്യമുണ്ട്. ഇതിന്ന് ഇൻട്രസ്റ്റ് എത്ര കിട്ടാന്നറിയോ? ഒരു മാസത്തെ ഇൻട്രസ്റ്റ്, ഈ 13 കോടിയുടെ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് മിനിമം 7.5% നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മിനിമം 7.5% നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 9 ലക്ഷത്തിനടുത്ത് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ചിന്താഗതി ഇല്ലാത്തതുകൊണ്ടാണ് മലയാളി രക്ഷപ്പെടാത്തത്. സേവർ മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട്, ഇൻവെസ്റ്റ്മെന്റ് മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മലയാളി രക്ഷപ്പെടാത്തത്. കാരണം അവരെ സംബന്ധിച്ച് ബമ്പർ അടിച്ച പിന്നെ ബമ്പർ പോലെ ജീവിക്കണം. ബമ്പർ അടിച്ച പല ആൾക്കാർ അന്വേഷണ മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തുണ്ടായി? അവരൊന്നും ഇപ്പോ ഭൂമിയിലില്ല. കാരണം എന്താ? അടിച്ചു പൊളിച്ച് ആഷ്പോഷായിട്ട് അവര് കളഞ്ഞു. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. ഇതാണ് ബാങ്കുകാർ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളം. ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ളത്. അതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് വിൽക്കും. നമ്മളോട് പറയും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നിറവേറ്റു, എല്ലാ ലോണും എടുക്കും, എടുക്കാൻ പറ്റുന്ന എല്ലാ ലോണും എടുക്കും. അങ്ങനെ നമ്മൾ ലോണുകൾക്ക് അടിമയാവും. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉള്ളത്, ഇപ്പൊ നമ്മുടെ കമ്പനി പറയുന്നുണ്ട്, ലഹരി നിർമ്മാർജ്ജനം. പുകവലിക്കോ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അല്ല ആൾക്കാർ അടിമകള്, ലോണിനും EMI-ക്കും ആണ് അടിമകള്. അതാണ് ഏറ്റവും വലിയ അടിമത്തം. അത് സുലഭമായിട്ട് കിട്ടാനുണ്ട്. അതൊരു ചീത്ത ശീലാന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അത് വീണ്ടും 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 അവർ ഏതൊക്കെ ബാങ്ക് EMI തരുന്നോ, ഏതൊക്കെ ബാങ്ക് ലോൺ തരുന്നോ എല്ലാം ഞാൻ എടുക്കാൻ റെഡിയാണ്. അപ്പൊ ഇന്ന് സത്യം പറഞ്ഞാൽ കമ്പനിയുടെ ഒരു ലക്ഷ്യം കൂടി വരേണ്ടത് ഇതാണ്, EMI നിർമ്മാർജ്ജനം. അതാണ് ഏറ്റവും ആദ്യം വരേണ്ട ലക്ഷ്യം. RCM വെക്കുന്ന ലക്ഷ്യം തന്നെ. പക്ഷെ RCM നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ലെങ്കിൽ RCM ചെയ്യാൻ നിങ്ങൾ EMI എടുക്കേണ്ടി വരും. അതാണ് അതിന്റെ സിറ്റുവേഷൻ. അപ്പോ ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം എന്ന് വെച്ചാൽ നിങ്ങളുടെ സേവിങ്സ് നിങ്ങൾ 3 കൊല്ലത്തേക്കല്ല വെക്കേണ്ടത്. ഒരു 10 കൊല്ലത്തെ ടാർഗറ്റ് വെക്കുക. ഈ സേവിങ്സിലുള്ള തുക നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ SIP-യിൽ ഇടാം. SIP എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഒരു മാസത്തിൽ നിങ്ങളുടെ സേവിങ്സ് എന്ന് ഒരു 2000-3000 രൂപ ഓട്ടോമാറ്റിക്കലി ഒരു മാർക്കറ്റ് സോഴ്സിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? അതവിടെ കിടക്കും. മാർക്കറ്റ് കയറുന്നത് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് അവിടെ റിസ്ക് ഉണ്ട്, ഇല്ല. പക്ഷെ SIP-യെ സംബന്ധിച്ച് അത്ര വലിയ റിസ്ക് ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ അത്ര റിസ്ക് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് RD ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങളായിട്ട് അത് തുടരുത്.
കാരണം അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഒരു തുകയാണ്, ഒരു എമർജൻസി ഫണ്ടാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ഫോർ എന്ത് ചെയ്യുക, ലോങ് ടേം. ആൻഡ് അഞ്ചാമത്തതാണ് ഫോക്കസ്, ഡൈവേഴ്സിഫൈ, ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്ഫുൾ. ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് ഡിഫെൻസീവ് കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാത്രം നമ്മൾ ചെയ്യുക. ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്ഫുൾ, ഫോക്കസ് എന്നുവെച്ചാൽ പല മേഖലകളിലേക്ക് കടക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ SIP ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ FD ചെയ്യുന്നുണ്ട്, അതൊക്കെ ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങളുടെ സേവിങ്സിന്റെ ആ തുകേനെ നിങ്ങൾ കുറച്ച് FD ആയിട്ട് നിക്ഷേപിക്കുന്നു, കുറച്ച് SIP ആയിട്ട് നിക്ഷേപിക്കുന്നു. പക്ഷെ ഒരുപാട് ഒരുപാട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഒന്നും അറിയാത്ത സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. അപ്പൊ ഒരെണ്ണം വിജയിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ 5 കാര്യങ്ങളും ഒരു പാസീവ് ഇൻവെസ്റ്റർ മെന്റാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ സേവർ ബസ് ഇൻവെസ്റ്റർ മെന്റാലിറ്റിയിൽ ഇൻവെസ്റ്ററിനാണ് എന്നുള്ള ലെവറേജ് ഉള്ളത്. ആ ലെവറേജിൽ നിങ്ങൾക്ക് 5 കാര്യങ്ങളും കൂടി വേണം. ഒന്നാണ് നിങ്ങൾ നന്നായി വർക്ക് ഹാർഡ് ചെയ്യണം. ഏതുവരെ, നിങ്ങളെപ്പോലെ നിങ്ങളെക്കാളും കഴിവുള്ള ഒരാളെ കിട്ടുന്ന വരെ. മണി സേവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഗെറ്റ് ഔട്ട് ഓഫ് ഡെറ്റ്, എത്രയും പെട്ടെന്ന് കടത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് കടത്തുനിന്ന് പുറത്തിറങ്ങണം. നിങ്ങൾക്ക് മാറ്റി വെക്കുന്ന മണി, സേവ് ചെയ്യുന്ന മണി നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. FD വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, SIP വേണ്ടിയിട്ട്. കാരണം ഏറ്റവും കൂടുതൽ 67% ആൾക്കാർ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ കൊല്ലം അത് എടുക്കും. കാരണം ഇത് അത്യാവശ്യം തുകയായല്ലോ എന്ന് പറഞ്ഞിട്ട് എടുക്കും. അവിടെയാണ് അവർ വിജയിക്കാതിരിക്കുന്നത്. ഒരു 10 കൊല്ലത്തേക്ക് നിങ്ങൾ ഇട്ട് നോക്കൂ, ഇതിന്റെ കോമ്പൗണ്ടിങ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഷോർട്ട് ടേമിനല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ലോങ് ടേമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഒന്നിൽ കൂടുതൽ ചാനലുകൾ നമ്മൾ കണ്ടെത്തുക. FD ആയിക്കോട്ടെ, SIP ആയിക്കോട്ടെ, RD ആയിക്കോട്ടെ, ഒന്നിൽ കൂടുതലാണ്. ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, ഫണ്ട് സ്വരുക്കൂട്ടി വെക്കരുത്. കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിലൊരു റിസൾട്ട് കിട്ടില്ല. കാരണം ഏത് എങ്ങനെ ഫ്ലക്ച്വേറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെയിം RCMനെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. എല്ലാത്തിനെയും പറ്റിയിട്ട് ഒരു ബേസിക് ലെവലിൽ അറിവ് നമുക്ക് വേണം. ഇപ്പൊ ഞാൻ പെയിന്ററാണ്, ഞാൻ പെയിന്റ് മാത്രമേ പഠിക്കൂ, നോ. നമുക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം എന്താ, ആർക്ക് എന്തൊക്കെ ആവശ്യം എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ അവർ ആ ഒരു ആവശ്യം ചോദിച്ച് വന്നാൽ നമുക്കത് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും പറ്റിയിട്ട് ഒരു അറിവ് വേണം. അപ്പൊ അവിടെ എന്ത് വേണം, ഡൈവേഴ്സിഫിക്കേഷൻ വേണം. അപ്പോൾ ലെവറേജ് ഈസ് ദ കീ ടു വെൽത്ത്. ലെവറേജ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമ്പന്നനാവാൻ സാധിക്കില്ല. ഫയർ ആൻഡ് സ്പിയർ ഗേവ് ഹ്യൂമൻ ലെവറേജ് ഫ്രം ഹാർഷൻ. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഈ മൃഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തത് എന്താ, കുന്താണ് അല്ലെ. ഈ കുന്തം അല്ലെങ്കിൽ തീയുമാണ് ഈ ആദ്യകാല മനുഷ്യരെ ഈ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാര്യം. അതൊരു ലെവറേജ് ആണ് അല്ലെ. ഫയർ വാസ് യൂസ് ടു ഫ്രൈറ്റൻ അനിമൽസ്. അത് മൃഗങ്ങളെ ഓടിക്കാനും അതുപോലെ തന്നെ അവരെ ഭക്ഷിക്കാനും ഭക്ഷണമാക്കിയിട്ട് മാറ്റാനും സഹായിച്ചത് അതൊരു ലെവറേജ് ആണ്. കാരണം എന്താ, മനുഷ്യന്റെ പണി അവർ എളുപ്പാക്കി. അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ പേടിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്ത് അവർ ദൂരത്തിലേക്ക് എത്തിക്കേണ്ടത്. പക്ഷെ അവരുടെ പണി എളുപ്പാക്കിയത് എന്താ, ഒരു കുന്തം ഒരു തീയാണ് എളുപ്പാക്കിയത്. അപ്പൊ ആദ്യ കാലങ്ങളില് കുതിരയായിരുന്നു. കുതിരയെ എല്ലാവർക്കും ഓടിക്കാൻ പറ്റില്ല. കുതിര പഠിക്കണം, അതിന്റെ മേലെ കയറണം, ട്രെയിനിങ് എടുക്കണം. പക്ഷെ അതിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷനിലേക്ക് പതുക്കെ കുതിരനെ മാറ്റി അല്ലെ. അതേപോലെ തന്നെ നിലം എന്താ പറയുക ഇതാക്കാൻ വേണ്ടിയിട്ട്, നിലം ഇപ്പം നമ്മളെ കൃഷി ഇടങ്ങളിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് കുതിരനെ ഉപയോഗിച്ചു. യുദ്ധങ്ങളിലേക്ക് കുതിരനെ ഉപയോഗിച്ചു. സ്പോർട്സിന് വേണ്ടി കുതിരനെ ഉപയോഗിച്ചു. അപ്പൊ ഇതൊക്കെ എന്താ, കുതിരനെ ലിവറേജ് ആക്കുക ചെയ്യുന്നത്. പല കാര്യങ്ങൾ കുതിരയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഡൂയിങ് മോർ വിത്ത് ലെസ് ഈസ് വാട്ട് യു കോൾ ലെവറേജ്. കുറച്ച് കുഞ്ഞ സാധനം കൊണ്ട് കൂടുതൽ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ലെവറേജ് പറയും. ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ, ഇത് ലെവറേജ് ആണ്. കാരണം എന്താ, ഇതിലെനിക്ക് കാൽക്കുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം, ഇതിനെനിക്ക് ഫോണായിട്ട് ഉപയോഗിക്കാം, ഇതിനെനിക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇതിനെനിക്ക് പാട്ട് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഇതുകൊണ്ട് എനിക്ക് സൂം മീറ്റിംഗ് നടത്താം, ഇതുകൊണ്ട് എന്റെ ബിസിനസ് വളർത്താം, ഇതിൽ വാട്സാപ്പ് ചെയ്യാം. ഇതൊക്കെ ലിവറേജ് ആണ്. ഒരു ഡിവൈസ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനാണ് എന്ത് പറയാ, ലിവറേജ് എന്ന് പറയാം. നമ്മുടെ ബിസിനസ് എന്താണ്, അതുപോലെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാസീവ് വെൽത്ത് ത്രൂ പാസീവ് ഏർണിംഗ്, അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഡു യു ബിലീവ് ദാറ്റ് യു ക്യാൻ ഏൺ ആസ് മച്ച് ആസ് യുവർ ലീഡർ ഓർ മോർ ദൻ യുവർ ലീഡർ ഇൻ ദിസ് ബിസിനസ്. ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ലീഡറിന്റെ അത്രയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡറിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ദ മൈൻഡ് ഡോണ്ട് അഗ്രി വിത്ത് യു, ഡസ് യുവർ ബോഡി അഗ്രി വിത്ത് യു. നിങ്ങളുടെ മനസ്സ് ഇതിന് അഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ആ മനസ്സിന് എന്ത് വേണം, ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് ആണ് നിങ്ങളെ പാസീവ് ഇൻകത്തിലേക്ക് എത്തിക്കുക. ഇൻകം റിസൾട്ടിംഗ് ഫ്രം ക്യാഷ് ഫ്ലോ റിസീവ്ഡ് ഓൺ എ റെഗുലർ ബേസിസ് റിക്വയറിംഗ് മിനിമം ടു നോ എഫേർട്ട് ബൈ ദ റെസിപ്പിയന്റ് ഓഫ് മെറ്റീരിയൽ. അതൊന്നും നിങ്ങൾ ഇതാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിലവിൽ ഇന്ത്യയിൽ പാസീവ് ഏർണിംഗിന് ആകെ 4 വഴികളേ ഉള്ളൂ. ഒന്നാണ് ഒരു പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റിന് കൊടുത്താൽ അത് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് പാസീവ് ഏർണിംഗ് തരും. FD ഇടാണെങ്കിൽ അതും നിങ്ങൾക്കൊരു പാസീവ് ഏർണിംഗ്. എനി ടൈപ്പ് ഓഫ് റോയൽറ്റി, നിങ്ങളൊരു പുസ്തകം എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് രചിക്കുകയോ ചെയ്താൽ അതൊക്കെ റോയൽറ്റി നിങ്ങൾക്ക് ഭാവിയിൽ തരും. പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാസീവ് ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് അനുസരിച്ചിട്ട് ബാക്കി എല്ലാ കേസുകളിലും എന്താണ്, നിങ്ങൾക്ക്
ലിവറേജ് ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ ഇറങ്ങണം. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ തന്നെ പോയേ പറ്റൂ. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസിന്റെ മൊത്തം ഓപ്പറേഷൻ നിങ്ങൾ തന്നെ നോക്കണം. നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുകയാണെങ്കിലും നിങ്ങൾ തന്നെ എല്ലാം ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സുഖകരമായ കാര്യം സിസ്റ്റം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളാകെ ചെയ്യേണ്ട കാര്യം എന്താ? പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യുക അല്ലെ. ഗിരീഷ് സാർ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട് അല്ലെ, ഒരു വീട്ടിലേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ കിലോമീറ്ററോളം പോയിട്ട് ഒരു വലിയൊരു തടാകത്തു നിന്ന് അത് എടുക്കണം. പക്ഷെ ഈ തടാകത്തു നിന്ന് എല്ലാ ദിവസം പോയി എടുക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ഒരു മുള വെട്ടി 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 എല്ലാ ദിവസം പോയി തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചു. അങ്ങനെ നാളെ ആ വ്യക്തി ഇല്ലെങ്കിൽ പോലും ആ തടാകത്തു നിന്ന് വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് RCM എന്ന് പറയുന്നത്. അതിന്റെ സക്സസ് ഫോർമുല നിങ്ങളൊരു എന്താ പറയുക, സമ്പന്നതയുടെ സക്സസ് ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എവിടെയുണ്ട്? RCM-ലുണ്ട്. ലെവറേജ് ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ഒരാൾ ചെയ്യുന്ന വർക്ക്, നിങ്ങൾ ഒരാളുടെ വർക്ക് എന്ന് പറയുന്നത് പല ആൾക്കാരും കൂടി ചെയ്തത് ലഘൂകരിക്കാൻ ഇവിടെ അത് സഹായിക്കും. നിങ്ങളുടെ മിച്ചം വരുന്ന സമയം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സഹായിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്? കൺട്രോൾ ഉണ്ട്. നിങ്ങളുടെ വരുമാനത്തിന്റെയും നിങ്ങളുടെ ചെലവുകളും നിങ്ങളുടെ അസറ്റും നിങ്ങളുടെ ലൈബിലിറ്റിയും വ്യക്തികളുടെ മുകളിലും സമയത്തിന്റെ മുകളിലും എല്ലാത്തിലും എന്ത് കിട്ടും? ഒരു കൺട്രോൾ കിട്ടും. ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇതിലുണ്ടാകും. എക്സ്പാൻഷൻ, ഔട്ട് ഓഫ് ടൗൺ ബിസിനസ് വരും. പ്രിഡിക്റ്റബിലിറ്റി, സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വിജയത്തിനുള്ള സക്സസ് ഫോർമുല. ഇതെല്ലാം നമുക്ക് എവിടെയുണ്ട്? RCM-ലുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ലെവറേജ് ഇല്ലേ? നമ്മളില്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് ലെവറേജ്. കൺട്രോൾ ഇല്ലേ? എല്ലാത്തിനും മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. ഇൻകം കൃത്യമായിട്ട് വരുന്നു, ചെലവുകൾ കൃത്യമായിട്ട് പോകുന്നു, നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സമയത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി, നമ്മുടെ കോൺട്രിബ്യൂഷൻ, പല ഐഡിയാസ് വരുന്നു അല്ലെ. ടൂർ ഒരു ഐഡിയ ആണ്, ഓഫറുകൾ ഒരു ഐഡിയ ആണ്, ത്രിദിന ക്ലാസ്സുകൾ ഒരു ഐഡിയ ആണ്. അങ്ങനെ അനവധി ഐഡിയകൾ, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ വരുന്നു. ഔട്ട് ഓഫ് ടൗണിലെ ആൾക്കാർ ബിസിനസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു, സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലുള്ള കൺസിസ്റ്റൻസി നമ്മൾ നേടുന്നു. ഇതൊക്കെ വിജയത്തിനുള്ള എന്താണ്? സക്സസ് ഫോർമുലയാണ്. അത് ഓൾറെഡി ആര് ചെയ്യുന്നുണ്ട്? RCM ചെയ്യുന്നുണ്ട്. ആകെ വേണ്ട കാര്യം നമുക്ക് 3D വേണം. എന്താണ് 3D? ഒന്നാണ് ഡിസയർ. ഷോർട്ട് ടേമിന് ആദ്യത്തെ ഒരു 3 കൊല്ലത്തേക്കൊക്കെ നമ്മുടെ ഉള്ളിൽ വേണ്ടതാണ് ഡിസയർ, ആഗ്രഹം, തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം. അതിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. അത് എങ്ങനത്തെ ആക്ഷൻ ആയിരിക്കണം? ചിട്ടയോട് കൂടിയിട്ടുള്ള ആക്ഷൻ ആയിരിക്കണം. ഡിസയർ, ഡ്രൈവ് ആൻഡ് ഡിസിപ്ലിൻ. 3A വേണം. ഇത് ലോങ് ടേമിന് വേണ്ടിയിട്ട്. അംബീഷൻ. എന്താണ് അംബീഷൻ? ഒരു വലിയ ചിന്താഗതി, നാളെ ഞാൻ ഇന്നതായി തീരും എന്നുള്ളത്. ആ ചിന്താഗതിയിലേക്ക് എത്താനുള്ള കഴിവുകൾ നമ്മൾ കൂട്ടണം. എങ്ങനെ? ട്രെയിനിങ് എടുത്തിട്ട് ആ ഒരു മേഖലയെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് അതിലെ കഴിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് അബിലിറ്റി എന്ന് പറയാം. പക്ഷെ ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല. പകരം എന്ത് വേണം? ആ കഴിവിലേക്കും ആ ആഗ്രഹത്തിലേക്കും, ആ തീവ്രമായ ആഗ്രഹത്തിലേക്ക് എത്താനുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ഫോം ചെയ്യണം. അപ്പോ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള സമയത്തിനാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഷോർട്ട് ആയിട്ടുള്ള സമയത്തിനാണെങ്കിൽ നമുക്ക് ഒരു ആഗ്രഹം വേണം, ഒരു ഡ്രൈവ് വേണം. അത് ഡിസിപ്ലിനോട് കൂടി ചെയ്യണമെങ്കിൽ ലോങ് ടേമിന് എന്ത് വേണം? ഒരു അംബീഷൻ വേണം, ഒരു അബിലിറ്റി വേണം, ഒരു ആറ്റിറ്റ്യൂഡ് വേണം. ഇനി ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാണ് എഡ്യൂക്കേഷൻ, അതേപോലെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ്, മൂന്നാമതാണ് എക്സിക്യൂഷൻ. ഈ 3E ഉണ്ടെങ്കിലേ ഈ 3Dയും 3Aയും വർക്കൗട്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈ 3Eയിലേക്ക് ഫോക്കസ് ചെയ്യുക. എഡ്യൂക്കേഷൻ എടുക്കുക. ഉൽപ്പന്നത്തെ പറ്റിയിട്ടും സിസ്റ്റത്തെ പറ്റിയിട്ടും ഇതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും ഇതിന്റെ വരും കാല സാധ്യതകളെ പറ്റിയിട്ടും നമ്മൾ എഡ്യൂക്കേഷൻ എടുക്കുക. അതിന്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു എഡ്യൂക്കേഷനാണ് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിവ് നേടാൻ പറ്റുന്നോ അതൊക്കെ നിങ്ങൾ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞു, ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വരുമാനത്തെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ശീലങ്ങൾ മാറ്റണം, നമ്മുടെ സ്വഭാവം മാറ്റണം, നമുക്ക് ചില കാര്യങ്ങളിൽ അച്ചടക്കം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സമ്പന്നനായിട്ട് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. രണ്ടാമതാണ് എക്സ്പീരിയൻസ്. ഏതൊരു കാര്യത്തെ പറ്റിയിട്ടും അറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിന്റെ എക്സിക്യൂഷൻ നടത്തിയാലേ എക്സ്പീരിയൻസ് ഗെയിൻ ആവുള്ളൂ. കാരണം എക്സ്പീരിയൻസ് ആണ് എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുക. എഡ്യൂക്കേഷൻ ഉപകാരപ്പെടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ആ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷന് തുല്യമായിട്ട് മാറും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനെ പറ്റിയിട്ട് അറിവ് വേണം. പക്ഷെ നമ്മൾ ഈ സാധനം വിറ്റ് 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 ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പതിയും. അത് പിന്നീട് നമ്മുടെ എഡ്യൂക്കേഷൻ ആയിട്ട് മാറും, എക്സ്പീരിയൻസ് ആയിട്ട് മാറും. പിന്നെ എന്ത് വേണം? എക്സിക്യൂഷൻ വേണം. വെറുതെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം? അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചിന്താഗതി വേണം, മൈൻഡ് സെറ്റ് വേണം. ഏതൊരു കാര്യം കുറച്ചറിഞ്ഞാലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ 3E ഉണ്ടെങ്കിലേ 3D ഉള്ളൂ, 3A ഉള്ളൂ. ഇതിന്റെ കൂടെ ലോങ് ടേമിലേക്ക് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ 4 കാര്യങ്ങൾ വേണം. അതാണ് 4H. ഒന്നാണ് ഹോണർ.
ഹോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്സോട് കൂടിയിട്ട് പ്രവർത്തിക്കുക. ആത്മാഭിമാനം വിട്ടിട്ട് ഒരു പരിപാടിക്കും നമ്മൾ ചെല്ലാതിരിക്കുക, അതിന് കോട്ടം പറ്റുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക, നല്ല കൃത്യതയോട് കൂടിയിട്ട് സിസ്റ്റം പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടാമതാണ് ഹ്യൂമിലിറ്റി. എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും നല്ലൊരു മനുഷ്യനായിട്ട് എല്ലാവരോടും നല്ല ഭാവത്തോടു കൂടി സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറാനുള്ള ഒരു ചിന്താഗതി, ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമതാണ് ഹ്യൂമർ. ഹ്യൂമറിന് വളരെ പ്രാധാന്യം ജീവിതത്തിലുണ്ട്. ചിരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തുറന്ന് ചിരിക്കുക. ചിരിപ്പിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ചിരിപ്പിക്കുക. ഒരു നല്ല രംഗം കണ്ട് നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മൾ ചെയ്യുക. ഹ്യൂമർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തമാശയായിട്ട് കാണുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചില കാര്യങ്ങളെ തമാശയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടല്ലാത്ത കാര്യങ്ങളായിട്ട് തോന്നും. അപ്പോൾ ഹ്യൂമർ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെയാണ് ഹാപ്പിനെസ്. ഈ 4 കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ ഈ അംബീഷൻ ആയിക്കോട്ടെ, അബിലിറ്റി ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇതിലേക്ക് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എത്താൻ സാധിക്കും. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഷോർട്ട് ടേമിന് വേണ്ടിയിട്ടാണ് 3D എന്ന് പറയുന്നത്. ഇപ്പോ എൻ്റെ ഒരു ആഗ്രഹം അടുത്ത കൊല്ലത്തിൽ ഞാൻ റൂബി ആവണം എന്നുള്ളതാണ്. അത് എൻ്റെ ആഗ്രഹമാണ്. അതിലേക്ക് ഡ്രൈവ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ എൻ്റെ ലീഡറിനെ വിളിച്ച് ഞാൻ ചോദിക്കും. അത് ഞാൻ എഴുതും. അത് ചിട്ടയോട് കൂടി ഡിസിപ്ലിനോട് കൂടി ചെയ്താലേ എനിക്ക് അവിടേക്ക് എത്താൻ പറ്റും. അംബീഷൻ എന്ന് പറയുന്നത് എനിക്ക് ഡയമണ്ട് ആവണം എന്നുള്ളതാണ്. അത് ലോങ് ടേമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും എൻ്റെ കഴിവുകളെ ഞാൻ കൂട്ടണം. ഷോർട്ട് ടേമിന് ഇപ്പൊ എനിക്ക് ഇതിലുള്ള കഴിവ് വെച്ചിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്താൽ മതി. പക്ഷെ ലോങ് ടേമിന് അങ്ങനെയല്ല. എൻ്റെ കഴിവുകൾ ഇനിയും കൂട്ടണം. അതിന് എൻ്റെ സ്വഭാവം നന്നാവണം. ആ സ്വഭാവം നന്നാവണമെങ്കിൽ വേണ്ട 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആത്മാഭിമാനം വിട്ടൊരു പരിപാടിക്കും പോകരുത്. ആത്മാഭിമാനം വിട്ടെന്ന് പറഞ്ഞാൽ സെയിൽസിന് പോകുമ്പോൾ എനിക്ക് ആത്മാഭിമാനം ഉണ്ട്, ഞാൻ സെയിൽസിന് പോവില്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതായത് തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ള ആത്മാഭിമാനം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. സിസ്റ്റത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഹ്യൂമിലിറ്റി. എത്ര ഉയരങ്ങളിലേക്ക് ചെന്നാലും നമ്മുടെ കാലം എവിടെ ഉണ്ടായിരിക്കണം, നിലത്തുണ്ടായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹ്യൂമർ. നല്ല എല്ലാ കാര്യങ്ങളും തമാശയോട് കാണുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എപ്പോഴും ജോളി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ട് മാറും, ജോളിയായിട്ട് മാറും. ഹാപ്പിനെസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ ഷോർട്ട് ടേമും ഈ ലോങ് ടേമും നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ 3E വേണം. അതിലൊന്നാണ് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, എക്സിക്യൂഷൻ. ഈ 3 കാര്യങ്ങളും വന്നാലാണ് എന്തുണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വളർച്ച കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുള്ളതുണ്ട്. പക്ഷെ എല്ലാത്തിലേക്കും ഞാൻ ഇപ്പോഴൊന്നും കടക്കുന്നില്ല, കാരണം അത് കടന്നു കഴിഞ്ഞാൽ ഇതൊന്നും തീരില്ല. അപ്പൊ ജസ്റ്റ് ചെറിയൊരു നട്ഷെല്ല് മാത്രം ഞാൻ ഒന്ന് തന്നിട്ടുള്ളൂ നിങ്ങൾക്ക്, ഇതിന്റെ ഒരു ചെറിയൊരു സാധ്യത പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നേരം വളരെ സ്നേഹത്തോട് കൂടിയിട്ടും വളരെ ക്ഷമയോട് കൂടിയിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നത് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് ഇത് എടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ സ്റ്റേറ്റിലായിരുന്നില്ല ഞാൻ. പക്ഷേ വൈറ്റൽ ആൻഡ് എബോ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉത്തരവാദിത്തം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രസന്റേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനൊന്നും ഇരുന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. എനിക്ക് ഇവിടെ ഇരിക്കുന്ന 203 പേരോടും പറയാനുള്ളത്, സേവിങ്സ് 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 ശീലമാക്കുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ അടുത്തൊരു 10-15 കൊല്ലമൊക്കെ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും വെന്നെവർ യു ഫീൽ ലൈക്ക് ഓക്കെ, അന്ന് അർജുൻ സാറ് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു തുക മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് അത് വലിയൊരു ഉപകാരമായി എന്ന് പറഞ്ഞാൽ, ദാറ്റ് മീൻസ് എൻ്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തലത്തിലേക്ക് എത്തി എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ചില നിമിഷങ്ങളിലാണ്. ഓക്കെ, അപ്പൊ അത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്ന പല കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് എൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് അനുവദിക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് സമയം എടുത്തത് പറഞ്ഞു തന്നെ. പക്ഷേ ഇന്ന് എനിക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് തലോടി പോയി എന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഫിസിക്കൽ സെഷനാണ്, അത് ഫിസിക്കൽ സെഷനായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്കിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടണം, എന്തെങ്കിലും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യം, കഴിഞ്ഞ 5.5 കൊല്ലത്തിൽ ഞാൻ കണ്ടുവരുന്ന കാര്യം, നമുക്കിതിൽ വരുമാനം ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് സെയിൽ ചെയ്യാം, നിങ്ങൾക്ക് ടീം ബിൽഡിംഗ് ചെയ്യാം, നിങ്ങൾക്ക് ഷോപ്പ് ഇടാം, നിങ്ങൾക്ക് എന്ത് രീതിയിലും നിങ്ങൾക്ക് ഇതിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാക്കണമെങ്കിൽ, ആ വരുമാനത്തെ നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അച്ചടക്കപരമായിട്ടുള്ള അല്ലെങ്കിൽ ശീലങ്ങളെ കുറച്ച് നമ്മൾ മാറ്റിയേ പറ്റൂ. ആ മാറ്റം നമ്മൾ എന്ന് കൈവരിക്കാൻ റെഡിയാണോ അന്ന് നമ്മൾ വിജയിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം 2 ലക്ഷം രൂപ ഒന്നും വേണ്ട. 10 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, 10 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം എന്താ പറയാ, ജാക്ക് സൈമൺസ് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം വാരൻ ബഫറ്റ്
ഈ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത കൊല്ലത്തിലേക്ക് എത്തുമ്പോൾ 66% റിട്ടേൺസ് എന്നുള്ള രീതിയിലാണ് കോമ്പൗണ്ടിങ് പോകുന്നത്. പക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നത് വാരൻ ബഫറ്റിനെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തുടങ്ങിയത് വാരൻ ബഫറ്റാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ളത് ആളാണ്. റിട്ടേൺസ് ആൾക്ക് 22-32% ഉള്ളൂ. റിട്ടേൺസ് ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലത്തിലേക്ക് കോമ്പൗണ്ടിങ് ആൾക്ക് 32% ഉള്ളൂ. പക്ഷെ ആർക്ക് ജാക്ക് സൈമൺസിന് 62% ഉണ്ട്. പക്ഷെ ഇന്ന് ലോകം അറിയുന്നത് വാരൻ ബഫറ്റിനെ ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കാളും ഒരു 20-25 കൊല്ലം മുന്നേ ആര് തുടങ്ങി? വാരൻ ബഫറ്റ് തുടങ്ങി. നിങ്ങൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ, ഞാൻ പറയുന്നു, ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അടുത്തൊരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് താങ്ക് യു പറയും. താങ്ക് യു, ഞാൻ അന്ന് എടുത്ത തീരുമാനം ഇന്ന് ഫ്രൂട്ടേഷനിലേക്ക് വന്നതിന് കാരണം നിങ്ങളാണെന്നുള്ള താങ്ക് യു നിങ്ങൾ പറയും. അപ്പോൾ SIP ആയിക്കോട്ടെ, FD ആയിക്കോട്ടെ, RD ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഫൈൻഡ് എ ഗുഡ് ഫൈനാൻഷ്യൽ പ്ലാൻ ടു യുവർ സെൽഫ് ആൻഡ് ഇൻവെസ്റ്റ്. മിനിമം അത് ഓട്ടോമേറ്റ് ആക്കാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലത്. ഓട്ടോമാറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സഹായം വേണ്ട, ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിലേക്ക് കാശ് വരുന്നു, 2-ാം തീയതി ആകുമ്പോഴേക്ക് അത് കട്ടായിട്ട് സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകുന്നു. അങ്ങനെ ആക്കാൻ പറ്റി അത്രയും നല്ലത്. കാരണം മനുഷ്യരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മാസം ഒന്ന് സേവ് ചെയ്യേണ്ട, അടുത്ത മാസം മതി എന്ന് വെച്ചിട്ട് നമ്മൾ അത് കട്ട് ഷോർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഓട്ടോമാറ്റിക് കമാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്താവും, അത് കട്ടായിട്ട് ഇതിലേക്ക് പോവും. അപ്പോ ഒന്നാമത്തെ കാര്യം സേവ് ചെയ്യുക. സേവ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യുക,